സ്തുതിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം 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 കർത്താവേ. യേശുവേ നന്ദിയപ്പ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർമ്മേൽ ഗ്രൂപ്പിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയവനായ ദൈവം കർത്താവേ, എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. യേശുവേ നന്ദി, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, നന്ദിയോടെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു, പ്രിയനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു രാജാപിതാവേ. സ്തോത്രം 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 കർത്താവേ. യേശുവേ നന്ദിയപ്പ, നന്ദി പിതാവേ. ഹാലലുയ 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 ഹാലലുയ. ദൈവമേ, നന്ദിയോടെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു, പ്രിയനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു രാജാപിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ധന്യവാർ ധന്യവാർ ധന്യവാർ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. യേശുവേ നന്ദി. ഒരു പാട്ട് ഞാൻ ആദ്യം പാടുകയാണ്, അതിനുശേഷം പെണ്ണമ്മാമച്ചി പാടണം. ഒരു പാട്ട് പാടും കേട്ടോ. ഞാനൊരു പാട്ട് പാടുന്നോണ്ട് കുഴപ്പമുണ്ടോ? പാടിക്കോ, ഒന്നോ രണ്ടോ പാട്. ലൈവ് എല്ലാരും മ്യൂട്ടിഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഈ രാത്രികാലം കർത്താവേ, എൻ്റെ വലിയവനായ ദൈവത്തിന്റെ തൃപ്പാദങ്ങളിലേക്ക് ഈ കർമ്മൽ ഗ്രൂപ്പിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവേ, സങ്കീർത്തനങ്ങൾ പ്രബോധിപ്പിക്കാനും വചനം ശുശ്രൂഷിക്കുവാനും എല്ലാം എൻ്റെ അദർശനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നാവോട് കൂടെ ഇരുന്ന് എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന പിതാവേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാം, നിനക്കെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാം. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേൻ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ, ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മാജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മാജ, എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നാടിയേനന്തം വന്ദനമേ, ദേവ പൊന്നാടിയേനന്തം വന്ദനമേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ നന്ദികയുള്ള മകൾ ശക്തി നീയേ, നാഥ ഹന്തികയുള്ള മകൾ ശക്തി നീയേ. താതൻ സന്നിധിയിൽ എൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുമ്പാകെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനെ. മന്നിടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനും, ദേവ വന്ദനം ചെയ്യും തിരുനാമത്തിനും. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാം, നിനക്കെന്തോ ചെയ്യേണ്ടു നാഥനേശുപരാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ധന്യവാദ. ആര്യപാട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവേ, ഇത്രത്തോളം എന്നെ നടത്തി എൻ്റെ അപ്പനെ സ്തുതിക്ക് ആരാധനയ്ക്കായി ഒരവസരം തന്ന ദൈവത്തോട് ഞാൻ ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം,
ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നാം ദൈവം നമ്മെ നിർത്തിയതാം നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം തന്നെ നിർത്തിയതാം നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തിയില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനും സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ജെഫിൻ ഭാഷ പിന്നെ സങ്കീർത്തനം പ്രബോധിപ്പിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പാട്ട് അമ്മ പാടുന്ന ഒരു പാട്ടൂടെ പാടിക്കോ. എന്നാ അമ്മച്ചി പാടാ പറ. പെണ്ണമ്മ അമ്മച്ചി പാട്.
ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴോ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തോന്നില്ല ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല യഹോവ പാലകന്താ ഇല്ലെനിക്കോ ഇടമൊട്ടും യഹോവയെ പാലകന്താ ഇല്ലെനിക്കോ ഇടമൊട്ടും ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ ശത്രുവിധി നീക്കിയെന്നെ മാത്രതോറോ കാത്തിടുന്നു ശത്രുവിധി നീക്കിയെന്നെ മാത്രതോറോ കാത്തിടുന്നു തിരിയിൽ പാദങ്ങളിടുന്നു നീതിയിൽ പാദകളിൽ നിത്യവും നാടത്തിടുന്നു ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചിരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചിരിയിൽ ശോഭയേറും സോപുരിയിൽ തീരമാതിൽ ചേർന്നിടുന്നു ശോഭയേറും സോർപുരിയിൽ തീരമാതിൽ ചേർന്നിടുന്നു ശോഭിതാവോ രത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു ശോഭിതാവോ രത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചിരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചിരിയിൽ വാനസേന പാടി പാണിടും സ്വർഗസിയോ വാനസേന ഗാനം പാടി പാണിടും സ്വർഗസിയോ ധ്യാനിച്ചിടോ മാനസം മോദിച്ചിടുന്നു ധ്യാനിച്ചിടും നേരമെന്റെ
മാനസമോ തേടുന്നു തേടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചേരിയിൽ ഉയർത്തേടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചേരിയിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ ഹല്ലേലൂയാ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ ഹല്ലേലൂയാ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ വഞ്ചിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴോ യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ തേടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളോ മഞ്ചേരിയിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 ആമേൻ സ്തോത്രം ജെഫിൻ ബ്രദറിനെ സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാം. ഓക്കെ, വായിക്കാം വായിച്ചു തരാം. കുഞ്ഞുണ്ടല്ലോ. പ്രൈസലോട് ഇന്ന് 56-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരിക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇടവിടാതെ അവർ എന്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളെ ഒക്കെ എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എന്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. സ്തോത്രം. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം വായിപ്പാൻ ദൈവാസ്യ കർത്താവ് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. നമ്മൾ തുടർമാനമായി സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 56-ാം സങ്കീർത്തനമാണ്. 56-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർഭത്തോടെ എന്നോട് പൊരുകുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിനോട് എന്ത് ചെയ്യാൻ കഴിയും?
സങ്കീർത്തനക്കാരന്റെ വാക്യമാണ് ഇത്. സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ സങ്കീർത്തന പ്രമാണിക്ക് ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണഗീതം. ഫെലിസ്തർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. സങ്കീർത്തനക്കാരന്റെ ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞു, സങ്കീർത്തനം ചമച്ച കാര്യം പറയുന്നു. ഈ സങ്കീർത്തനം എന്റെ ഹെഡിങ്ങിൽ പറയുന്നു, ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാതിരുന്ന പ്രാവ് എന്ന രാഗത്തിൽ. ദാവീദിന്റെ അവസ്ഥ നമുക്കറിയാം. ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് ഫെലിസ്ത്യ ദേശത്തേക്ക് നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകത്തിന്റെ 21-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേൽ 21-ന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുന്ന അതിന്റെ അവസ്ഥ കാണാം. 10 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പം അവിടെ കാണുമ്പോൾ അനുഭവം കാണുന്നു. പിന്നെ അവിടെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ ദാവീദ് പുറപ്പെട്ട് താൻ തന്നെ അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഗീഷിന്റെ അടുക്കൽ ചെന്ന്. എന്നാൽ ആഗീഷിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ എന്നും ശൗല് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു, ഇങ്ങനെ പറഞ്ഞു. കണ്ടോ, ഇത് സങ്കീർത്തനത്തിന്റെ ഇതിൽ കാണുന്നത് 21-ാമത് കാണുന്നത് ഇതിങ്ങോട്ട് പറഞ്ഞു. കാരണം ആഗീഷിന്റെ കയ്യിൽ ചെന്ന് അകപ്പെടുന്ന ദാവീദ് ചെന്ന് അകപ്പെടുത്തപ്പോൾ ദാവീദിന് ഒന്നും പറയാൻ കഴിയില്ല. 21-ന്റെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ദാവീദിന് ഒന്നും പറയാൻ കഴിയാതെ അഭയം പ്രാപിക്കാൻ ചെന്നപ്പോൾ ഇവരുടെ ഇടയിൽ പെട്ടുപോയി. ഇവർ പിടിച്ചുകൊണ്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഇവരുടെ ഇടയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാവീദ് ഒന്നും ചെയ്യാതെ കഴിഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിക്കും. ദാവീദ് പിടിച്ച് അവരുടെ ഭൃത്യന്മാർ പറഞ്ഞു, ഇവൻ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ ഇവനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ചെന്നപ്പോൾ ദാവീദിന് മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മിണ്ടാത്ത പ്രാവ് എന്ന് പറഞ്ഞാൽ മിണ്ടാൻ കഴിയത്തില്ല. കാരണം അവൻ വലിയൊരു ഒരു പ്രശ്നത്തിന് നടുവില്ല. കാരണം ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്ത അവസ്ഥ വെച്ച് അത് 21-ന്റെ താഴോട്ട് പോകുമ്പോൾ കാണാം. നമുക്ക് വായിക്കാൻ അറിയാവുന്ന 21-ന്റെ 10 തൊട്ട് 15 വരെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. 1 ശമൂവേൽ 21-ന്റെ 10 തൊട്ട് 15 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം ദാവീദിന്റെ അവസ്ഥ. കാരണം അവിടെ വെച്ച് ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുന്നു. ബുദ്ധിഭ്രമം നടിച്ച് ദാവീദ് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം കർത്താവ് അവന് കൊടുത്ത ആ ബുദ്ധി മിണ്ടാതിരുന്ന പ്രാവ് പോലെ. കാരണം അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവനെ തകർത്ത് കളയും. കാരണം അവന്റെ ഭൃത്യന്മാർ പറഞ്ഞു, ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുവാനിടയെ തോന്നുന്നു. അങ്ങനെ രക്ഷപ്പെടുന്നു. അപ്പം അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാവീദിന് അവരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മിണ്ടാതിരുന്ന പ്രാവ് പോലെ ഇരുന്ന് ആ രാഗത്തിൽ പാടിയ സംഗീതമാണ് തങ്ങുന്നത്. അതിപ്പോൾ സംഗീതക്കാരൻ പറയുന്നു, താഴോട്ട് വായിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണേ, മനുഷ്യരനെ വിഴുങ്ങുവാൻ പോകുന്നു. കണ്ട, ചുറ്റും കൂടിയ മനുഷ്യർ വിഴുങ്ങുവാൻ പോകുന്ന സമയത്ത് ദാവീദിന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തോട് പറഞ്ഞ സങ്കീർത്തനമാണ് ഇവിടെ. മനുഷ്യർ വിഴുങ്ങാൻ പോകുന്നു, ഇടപെടാതെ എന്നോട് പൊരുന്നു, എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ഗർഭത്തോടെ എന്നോട് പൊരുന്നവർ അനേകരല്ലോ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനക്കാരന്റെ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കേട്ടത്. കാരണം ദാവീദിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് സങ്കീർത്തനക്കാരൻ രക്ഷപ്പെടുന്ന അവസ്ഥ. അതിന്റെ സങ്കീർത്തനം 4 പറഞ്ഞു, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകില്ല. ജഡത്തിന് എന്നോട് എന്തോ ചെയ്യാൻ കഴിയും. കാരണം ജഡത്തിന്റെ നടുവിലായിട്ടും അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ 11-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും. ഇവിടെ പറയുന്നു മനുഷ്യൻ എന്തോ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞ ജഡത്തിന് എന്ത്? ദാവീദ് മനുഷ്യരുടെ ഇടയിൽ ആയപ്പെട്ടപ്പോൾ, രക്ഷപ്പെടാൻ കഴിയാതായിരുന്നപ്പോൾ ദാവീദ് പറഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ച് അവൻ രക്ഷപ്പെടുന്ന ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായി തോന്നുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിബന്ധം വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ, രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ ദാവീദ് ശമിച്ച സങ്കീർത്തനമാണ്. ദാവീദിന്റെ അവസ്ഥ പോലെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാതെ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് മറ്റു പല പ്രശ്നങ്ങൾക്കായിട്ട് പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ എടുക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതാകുമ്പോൾ നമ്മൾ ദൈവസ്ഥാനം മിണ്ടാതിരുന്നാൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ കാണുക, ദൈവം നമുക്ക് ഒരു ആലോചന പറഞ്ഞു തരുന്ന ഒരു അവസ്ഥ അവിടെയാണ് ദാവീദ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ പറയുന്നു. ഓക്കെ അവിടെ അതിന്റെ 12-ാമത്തെ വാക്യം, ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കും, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണമത്തിന് കാലിനെ ഇടച്ചെന്ന് പിടിപ്പിച്ചു. ഇത് സങ്കീർത്തനക്കാരൻ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നു,
അവിടെ പറയുന്നത് ദൈവം ദൈവം നമ്മുടെ കഷ്ടതയിൽ നിന്ന് ഭാരത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, തന്നെ ദൈവത്തെ മറക്കാതെ. ഇവിടെ 12 വാക്യം, ദൈവമേ നിനക്കുള്ള നേർച്ച. ഞാൻ കഷ്ടതയിലായപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറയും, ദൈവമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും, ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, പല കാര്യങ്ങൾ പറയും. നമ്മുടെ കഷ്ടത വിട്ടു കഴിയുമ്പോൾ നാം ആ പ്രവൃത്തി മറന്നു പോകുന്നു. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള നന്ദിയും മറന്നു പോകാതെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറഞ്ഞു, ദൈവമേ നിനക്കുള്ള നേർച്ചയ്ക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന, ദൈവത്തോട് എന്നും നാം കടപ്പെട്ടിരിക്കും. കാരണം നമ്മുടെ ശത്രുക്കളുടെ നടുവിലായിരുന്നു, നമ്മുടെ പ്രതിബന്ധത്തിലായിരുന്നു, നമ്മൾ പല വിഷയത്തിലായിരുന്നപ്പോൾ നമ്മളെ അതിന്റെ നടുവിൽ നിന്ന് വിടുവിച്ച് ദൈവമേ ആ നന്ദിയോടെ, ദൈവമേ നിനക്കുള്ള നേർച്ച കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രം അർപ്പിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട, ദൈവത്തെ നന്ദി കരയറ്റുവാൻ സങ്കീർത്തനക്കാരൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ പാരത്തിൽ ദൈവം നമ്മളെ വിടുവിച്ചപ്പോൾ നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശം നടക്കും. കണ്ടോ, ജീവന്റെ പ്രകാശത്തിൽ ദൈവത്തിന്റെ മുൻപാകെ നടക്കണം. നാം ഇരുളിന്റെ അവസ്ഥയിലേക്കും ഇരുളിന്റെ പ്രവൃത്തിയിലേക്കും ദൈവത്തിന്റെ നന്മകളെ പ്രാപിച്ചതിന് ശേഷം, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഇരുളിന്റെ അവസ്ഥയിലേക്ക് വിട്ടു പോകാതെ ജീവന്റെ പ്രകാശം നടക്കണം. സങ്കീർത്തനക്കാരൻ നമ്മളെ ഉപയോഗിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ പ്രാണനെ, ദാവീദ് പറഞ്ഞു, അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടിച്ചല്ലോ. ആ വിടുവിച്ച സന്തോഷത്തോടെ, ആ നന്ദിയോടെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, അവനുള്ള കടപ്പാടുള്ളവരായി സ്തോത്രം അർപ്പിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നേറുവാൻ ദൈവം സങ്കീർത്തനക്കാരൻ നമ്മളോട് ഉപദേശിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ച്, ദൈവത്തിന്റെ വചനപ്രകാരം മുന്നേറുവാൻ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന പോലെ ശത്രുക്കൾ എഴുതപ്പെട്ട കഷ്ടതയിൽ നടുവിൽ ബുദ്ധി ഉപദേശിച്ച ദൈവത്തെ മറക്കാതെ, അവന്റെ വഴിയെ പ്രമാണിച്ച്, അവന്റെ കൽപ്പനയിൽ ആചരിച്ച്, അവന്റെ കൃപകളിൽ നിലനിന്ന് ദൈവത്തെ നന്ദി കയറ്റുന്നവരായി, നന്മ പ്രാപിച്ചതിന് ശേഷം മറന്നുപോയി ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പിന്മാറി, നന്മകളെ പറ്റി പിന്മാറി പോകാതെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണമായി ജീവിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഈ സങ്കീർത്തനങ്ങളിൽ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്യത്തിൽ നിന്ന് വിടുന്നു. ആമേൻ. സ്തോത്രം. പ്രിയമകൻ നല്ല രീതിയിൽ പ്രബോധിപ്പിച്ച് മനസ്സിലാക്കിയ നാവുകളെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർമ്മേൽ ഗ്രൂപ്പിനെ എല്ലാം വഹിച്ചുകൊണ്ട് സകല കുടുംബത്തെയും ഓർത്തുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. അമ്മാളമ്മ പ്രാർത്ഥിച്ചു. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും മക്കുമാറാത്തവനുമായ നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു കർത്താവേ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവേ, ഞങ്ങൾക്ക് അപ്പന്റെ പദാന്ത്യത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ദിവസവും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന കുടുംബങ്ങളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു. ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. കർത്താവേ, ഇതിന്റെ അഡ്മിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിലെ, പ്രതിസന്ധികളുടെ നടുവിലെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഇത്രത്തോളം നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാരിഷ്ടിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിറ്റിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സജോയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ കർത്താവെ ദിവസങ്ങൾ നിറവേറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബെവിഷനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഒരു പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പെണ്ണമാമിച്ചയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന
സുശീല സിസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഹല്ലേലൂയ, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആ നാവോടുകൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, എല്ലാം വിവേകത്തോടെ ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആര്യെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. മകളെ കൂടുതൽ അനുഗ്രഹിക്കുമാറാകണമേ. ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ബീനായെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂളി ജോസഫിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ. ബ്ലെസ്സിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെഫിൻ ബ്രദറിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. കൂടുതൽ കർത്താവെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെസ്സിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തിനും കർത്താവ് മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ കർത്താവെ. മാത്യു ചാക്കോ ബ്രദറിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് വിടിവിക്കണമേ. ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കർത്താവ് വിടിവിക്കണമേ കർത്താവെ. ആർത്രൈസിന്റെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിക്കണമേ. ഒരു പരിപൂർണ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, നാൻസിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിധിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, പൈതലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓമനയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രിൻസ് ദോഹയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൈലജയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. സാറമ്മച്ചാണ്ടിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷേർലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രത്തോടെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീജയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവലോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. സുമിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ. സിന്ധുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ എനിക്ക് ദൈവം തന്ന മക്കളും എന്ന് പറഞ്ഞ വചനം പ്രകാരം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരണമേ കർത്താവെ. എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അവരുടെ തലമുറകളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കണമേ. ഇന്ന് വചനവുമായി കടന്നു വരുന്ന വിശ്വാസത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തടസ്സങ്ങളൊന്നും കൂടാതെ ദൈവമേ തക്ക സമയത്ത് വന്നു ചേരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നൊരു അമ്മച്ചി കർത്താവെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാനിടയായി കർത്താവെ. അമ്മച്ചിയുടെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങൾ
അപ്പന്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സന്തോഷിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ ഗ്രൂപ്പിൽ കിടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. തടസ്സങ്ങളെയൊക്കെ ദൈവം വെട്ടിമാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ. കർത്താവേ ഗ്രൂപ്പിൽ കിടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ, വചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഢമായി നിൽക്കുന്ന എല്ലാ അന്ധകാരശക്തികളെയും ദൈവം വെട്ടിമാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇനി ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ കർത്താവേ അവരെയൊക്കെ കർത്താവ് പിടിച്ചെടുക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും കർത്താവേ അപ്പന്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ ആമീൻ. ദൈവമേ ആ നാവുകളെ ബലപ്പെടുത്തട്ടെ. സർവേശ്വരൻ മോളി അധികം മോളി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മോളി ആന്റി ആ ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹല്ലേലൂയ. സിന്ധു ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാവിനെ ഇനി ദൈവമേ 1000 ആയുസ്സോടുകൂടി ദൈവമേ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ, നമ്മുടെ കേരളത്തെ എല്ലാം ഓർത്തുകൊണ്ട് കർത്താവെ, നമ്മുടെ ലോകത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധ പ്രകൃതിക്ഷോഭങ്ങളാൽ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളിൽ കൂടി അനേകർ കണ്ണീർ കയത്തിൽ മുങ്ങി താഴുന്ന കർത്താവെ, തലമുറകൾ വഴിതെറ്റി ജീവിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ കർത്താവെ, അങ്ങനെ അനവധി വിഷയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതൊക്കെയും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കർത്താവെ. കടഭാരത്താൽ മുങ്ങിത്താഴുന്നവരുണ്ട് കർത്താവെ. ദൈവദാസന്മാര് പീഡകൾ സഹിക്കുന്നുണ്ട്. അനേകര് കഷ്ടത്തിലായിരിക്കുന്ന, പ്രകൃതിക്ഷോഭത്താൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന, ചികിത്സിക്കാൻ പൈസയില്ലാതെ ഭാരപ്പെടുന്ന, എവിടോട്ട് തിരിഞ്ഞാലും എവിടോട്ട് നോക്കിയാലും കർത്താവെ ദുഃഖ വാർത്തകൾ മാത്രമേ നമ്മുടെ കാതുകളിൽ കേൾക്കാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും കർത്താവെ? നമ്മൾക്ക് അപ്പായോട്, നമുക്ക് സൃഷ്ടിക്കപ്പെട്ട എൻ്റെ പിതാവിനോട് യാചിക്കുവാനല്ലാതെ നമ്മൾക്കൊന്നിനും കഴിവില്ല കർത്താവെ. നമ്മൾക്ക് യാചിക്കുവാൻ വേണ്ടി ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിന് ഒരാൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഗ്രേസി സിസ്റ്റർ പ്രാർത്ഥിക്കും. ബ്ലസ്സി പ്രാർത്ഥിച്ചു. മൈക്ക് ഓണാക്ക്. പരിശുദ്ധനെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ കർത്താവെ, ദൈവമേ അണികളെല്ലാം ദൈവ പല സ്ഥലങ്ങളിലായിരുന്ന അണികൾക്കെല്ലാം ഒരുമിച്ച് അപ്പന്റെ സന്നിധാനം ആയിരിക്കാൻ ദൈവം നിന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ പരിപാലിക്കുക. പലവിധമായ സംഭവങ്ങളൊക്കെയും ദൈവമേ ഞങ്ങൾ കേൾക്കുമ്പോൾ സ്വർഗമേ കർത്താവേ, ദൈവമേ ഇനിയും കർത്താവേ അങ്ങനെയൊന്നും ഭവിക്കാതെ വേണം കർത്താവേ ഓരോ ദൈവമേ മക്കളെയും കാത്തു പരിപാലിക്കുമാറാകണം ദൈവമേ. ദൈവമേ കർത്താവെ, വെള്ളപ്പൊക്കം ദൈവം അനിഷ്ട സംഭവങ്ങൾ കർത്താവെ, അപകടങ്ങൾ ദൈവമേ അതൊന്നും ഉണ്ടാകാതെ കർത്താവെ കാത്തു പരിപാലിക്കുമാറാകണം കർത്താവെ. ദേശത്തോട് കരുണ തോന്നുമാറാകണം ദൈവമേ. ദിവസങ്ങളിൽ ദൈവമേ കർത്താവെ ദേശം ദൈവമേ അവരുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് തിരിയുമ്പോൾ അവരോട് ക്ഷമിക്കുന്ന വചനം പോലെ കർത്താവെ കരുണ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കാലാവസ്ഥയുടെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണം അപ്പ കർത്താവെ. യുദ്ധക്കെടുതികളൊക്കെയും കർത്താവെ നടക്കുന്നു കർത്താവെ. അവിടെയൊക്കെയും ദൈവത്തിന്റെ സമാധാനം കർത്താവെ ഓരോ രാജ്യങ്ങളുടെ മേലും ദൈവം ഐക്യമാറാകണം ദൈവമേ. ആർക്കും ഒരു കർത്താവ് അനർത്ഥം ഒന്നും ഉണ്ടാകരുത് ദൈവമേ. ദേശീയനിയായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ കാത്തു പരിപാലിക്കുമാറാകണം കർത്താവെ. സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് കൊള്ളുമാറാകണം കർത്താവെ. കാത്തു പരിപാലിച്ചാട്ട കർത്താവെ. യഹോവയുടെ ദൈവനെ ചുറ്റി പരിപാലിക്കുന്ന വചനം പോലെ കർത്താവെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുമാറാകണം അപ്പ കർത്താവെ. ദൈവമേ ഞങ്ങൾ പറഞ്ഞപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ദൈവമേ കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് പിതാവേ. പലവിധമായ ഓരോ പ്രശ്നങ്ങളാൽ നീറുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. അവർ കർത്താവെ കടന്നു പോകുന്ന സിറ്റുവേഷൻ സ്വർഗമേ മറ്റുള്ളവരെക്കാൾ അധികമായി അപ്പൻ അറിയുന്നുവല്ലോ ദൈവമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ,
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. വചനം പോലെ ദൈവമേ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനുകളിൽ നിന്നും കർത്താവെ വിടുവിച്ച് ദൈവമേ ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. എന്റെ രക്ഷ അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. വചനം പോലെ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമം അടിയങ്ങളിൽ കൂടെ എല്ലാം മഹത്വം എടുക്കട്ടെ. കർത്താവെ കൂടി വന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അപ്പാ ദൈവമേ ശുശ്രൂഷിയ മന്ദാസിനെ ശക്തീകരിക്കുമാറാകണം. ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്നകൾക്ക് തന്ന് കർത്താവെ അടിയങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. പിതാവ് പരിശുദ്ധാത്മാവെ എല്ലാം നിയന്ത്രിച്ചുകൊള്ളുമാറാകണം. മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. പ്രിയമകളെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ പാസ്റ്റർ ജോയിന്റ് ആയില്ലല്ലോ. ഇനിയും വിവിധ വിഷയങ്ങളുണ്ട്, എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ, തക്കതായ തുണകളെ ലഭിക്കാതെ, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. യാതൊരു തെറ്റും ചെയ്യാതെ അധ്വാനിക്കുന്ന, ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന മക്കളെ ജയിലറയിൽ അടയ്ക്കപ്പെടുന്നു. കർത്താവെ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ കൊല്ലുന്നു, കഴുത്തറക്കുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. പലവിധ അനിഷ്ട സംഭവങ്ങൾ, ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ കർത്താവെ, നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ ഒന്നിനും കഴിവില്ല. ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി നൽകാമെന്ന് എൻ്റെ അപ്പയുടെ വാഗ്ദത്തമുണ്ട്. കർത്താവെ, അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കണ്ണുനീരോടെ എൻ്റെ അപ്പായോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അതിനുവേണ്ടി ഒരാളെ വയ്ക്കുന്ന ആരാണ്? കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നാൻസി മോളിയമ്മച്ചി സജി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാവോ? മോളിയമ്മച്ചിക്ക് നാൻസി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നാൻസി സജി പ്രാർത്ഥിക്കുവോ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേത്ര ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ കർമ്മേൽ മീറ്റിങ്ങിലുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, ലീഡിയ ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അങ്ങ് ബലപ്പെടുത്തിയണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അനേക ദൈവദാസന്മാര് കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കഷ്ടതയും നെടുവീർപ്പുമായി ജയിലിന്റെ ഉള്ളറകളിലൊക്കെയും ആയിരിക്കുന്ന അവസ്ഥകളെ ദൈവം അറിയുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, നീ അവരോട് മനസ്സറിയണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നീ അവരെയെല്ലാം വിടുവിക്കുമാറാകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടഭാരങ്ങൾ എല്ലാം ദൈവം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, വിവാഹപ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. തക്കതായ തുണകളെ ഒരുക്കി കൊടുത്ത് സ്വർഗത്തിലെ ദൈവമേ അങ്ങ് മാനിക്കുമാറാകണമേന്ന് അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വന്ന് ഹല്ലേലൂയ വചനം സംസാരിച്ച എല്ലാ ദൈവദാസന്മാരെ ഹല്ലേലൂയ എല്ലാ ദൈവദാസന്മാരെയും കർത്താവേ, അവരുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷിക്കുന്ന ഒരു ദാസനെ സൗണ്ട് പോയി, നെറ്റിന്റെ പ്രോബ്ലം ആണോ? പ്രവർത്തിക്കണമേ.
അടിയങ്ങളുടെ എല്ലാവരുടെയും വിഷയത്തിന്റെ മേല് ഹല്ലേലൂയ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കണം കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് മേലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടി വന്ന എല്ലാ ജനത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങൾ വന്നതുപോലെ അല്ല കർത്താവെ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയമകളെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കുവാനുള്ള ഇത് ദൈവം കൊടുക്കട്ടെ. ആരോഗ്യവും ആയുസ്സും ബലവും ശക്തിയും കൊടുക്കട്ടെ. ഈ കർമ്മൽ ഗ്രൂപ്പിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും ദൈവമേ പ്രാർത്ഥിക്കുവാനും വചനം ശുശ്രൂഷിക്കുവാനും പ്രബോധിപ്പിക്കാനും ഒക്കെ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? പാസ്റ്റർ വന്നില്ലെന്ന് തോന്നുന്നല്ലേ? പാസ്റ്റർ ലൈനിലുണ്ട്. പാസ്റ്റർ ഉണ്ടോ? കൈമാറിക്കും. എന്നാ പാസ്റ്റർക്ക് സമയം കൊടുക്കാം. പാസ്റ്റർക്ക് കൂടുതൽ സമയം വേണ്ട. അല്ലെങ്കിൽ പ്രൈസ് ലോർഡ്. യെവിൻ പാസ്റ്ററെ ഞങ്ങള് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വചനം ശുശ്രൂഷിക്കാൻ. ബാക്കി എല്ലാരും ഒന്ന് മ്യൂട്ട് ഇടണേ. പൊട്ടലും ചീറ്റലും എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. എല്ലാരും മ്യൂട്ട് ആക്കിയിട്ടില്ല. പൊട്ടലും കഴിഞ്ഞിട്ടില്ല. ഹോസ്റ്റുകളെല്ലാം ഒന്ന് ആക്റ്റീവ് ആയിക്കും. മൂന്ന് ഡിവൈസ് ഉണ്ട്, 4 ഡിവൈസ്. എല്ലാം ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രേസലോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പകല് നിങ്ങളോടൊപ്പം നിൽപ്പാൻ കർത്താവ് ആരോഗ്യവും സമാധാനം നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവ് നിൽപ്പാൻ കർത്താവ് ബലം നൽകിയല്ലോ. ഞാനും പ്രിൻസ് ദോഹയും മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ പ്രിൻസ് ചായ? സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട അങ്ങനെ അത്രയും കർത്താവ് ഉപയോഗിക്കും എന്ന് ഞാൻ ചിന്തിച്ചതല്ല. സ്തോത്രം. പിന്നീട് ആ ദൈവദാസൻ വിളിക്കുകയുണ്ടായി. സ്തോത്രം. ബീഹാറിലെ പാസ്റ്ററും നമ്പർ കൈമാറി. നമ്മുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു ദിവസം ഉണ്ടായിരുന്നു. ആക്ച്വലി പ്രിൻസ് പാസ്റ്റർ, ഞാൻ ഈ ടോപ്പിക്ക് എടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം വിളിച്ച നാൾ മുതൽ ഞാൻ ഈ ടോപ്പിക്ക് എടുത്തു. നമ്മുടെ ഈ കാർമേലിൽ പറയണോ അതോ അദ്ദേഹത്തിന് വേണ്ടി പറയണോ എന്നൊക്കെ ഉള്ള, നമ്മൾ മനുഷ്യരല്ലേ, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അതിനെക്കുറിച്ച് ശക്തമായി സംസാരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രേസോടെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ നമ്പർ എത്തിയതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് മുഖാന്തരമായവരെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. പ്രേസലോട് നമുക്ക് വീണ്ടും ദൈവത്തിൽ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. സ്തോത്രം. സ്തോത്രം. പ്രിൻസ് അജ്മൻ, അത് പ്രിൻസിപ്പൾ എവിടെയാ? ദോഹയിലാണ്. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലപ്പെടുത്തും. എന്നെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. ദോഹയില് വില്ലേജിയോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വില്ലേജ് എന്ന് പറയുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? വില്ലേജിയോ എന്ന് പറയുന്ന ഒരു മാളുണ്ട്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണോ? അതെ. പ്രാർത്ഥിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പാർക്കോ മറ്റു സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ആരും കാണാത്തയിടത്ത് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അവിടെ ഉപയോഗിക്കും.
കർത്താവോട് ഉപയോഗിക്കും. എന്നെ കർത്താവ് വില്ലേജിയോ നിങ്ങൾ എഴുതി കാണിച്ചു. സ്തോത്രം. കർത്താവെ, നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കർത്താവെ പ്രശ്നമായിട്ട് അപേക്ഷിക്കുന്നു. അതിനകത്ത് അദ്ദേഹത്തെ ബലപ്പെടുത്തുമാറാകണമേ. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഒരുക്കിയെടുക്കുകയാണ്. സ്തോത്രം. യേശുവിന് വേണ്ടി ഒരുക്കിയെടുക്കുക, കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. സ്തോത്രം. കർത്താവെ, ആ ഒരു അനുഭവത്തിന് വേണ്ടി, ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ബലപ്പെടുത്തുമാറാകണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ സ്തോത്രം. തുടർന്ന് ഞങ്ങൾ വചന ശുശ്രൂഷയിൽ കടന്നു പോകുന്നു. കർത്താവ് തുണ നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് മറ്റൊരു സൂം മീറ്റിംഗിൽ കയറുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ കരുതലല്ലാതെ മറ്റൊന്നുമല്ല. സ്തോത്രം. കർത്താവ് തന്ന വചനമല്ലാതെ മറ്റൊന്നുമല്ല. അത് നമ്മുടെ ഗ്രൂപ്പിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു അവസരത്തിൽ ഞാനത് പറയാം. സ്തോത്രം. ഇനിയുള്ള നമ്മുടെ ഒരു സീരീസ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഒരു വിഷയം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുകയാണല്ലോ. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമ്മുടെ സീരീസ് ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ്. യേശു നമ്മുടെ നല്ല ഇടയൻ. ഇത്ര നാളും പഠിച്ചത് യേശു പോയ 8 വീട് നമ്മൾ പഠിച്ചു. സ്തോത്രം. 8 വീടാണെന്ന് എൻ്റെ ഓർമ്മ. 8 വീട് നമ്മൾ പഠിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനാധാരമായിരിക്കുന്ന വാക്യം യഹോവ എൻ്റെ ഇടയനാകുന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു. നമ്മള് കർത്താവിൽ നിന്ന് പ്രാപിച്ച് അറിയാൻ പോകുന്നത് ഹി ഈസ് ഗുഡ്, he protects, he guides, he nurture, he lays down his life. 1, 2, 3, 4, 5 കാര്യങ്ങൾ യേശു നമ്മുടെ ഇടയനാ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിക്കും. സ്തോത്രം. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുന്ന യേശു ആകുന്നു. അവിടുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നയിക്കുന്ന ദൈവമാകുന്നു. അവിടുന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ദൈവമാകുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ തന്ന നല്ല ഇടയനാകുന്നു. ഈ 5 കൂട്ടം കാര്യങ്ങൾ വരുന്ന നമ്മുടെ ഓരോ മീറ്റിങ്ങിലും നമുക്ക് സാവധാനം ക്ഷമയോടെ പഠിക്കാം. സ്തോത്രം. അതിൽ കൂടി നമുക്ക് ബലവും പെടാം. സ്തോത്രം. ഇത് ബൈബിൾ പഠനമായിട്ട് മാത്രം ആരും കാണരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് വിടുതലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇത് പിന്നെയും നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഡിവൈസുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മുഴങ്കാലുകളിൽ കർത്താവിൽ മുട്ടുമടക്കി പ്രാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാപിച്ച് നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വാക്യം വായിക്കാം. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിൽ പഠിച്ച് ബലപ്പെടുവാൻ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ തന്നെ സംസാരിക്കാൻ സഹായിക്കണമേ. ഓരോ വചനങ്ങൾ ഓരോ വ്യക്തികൾക്കും വിടുതലും ആശ്വാസമായി തീരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ കെട്ടുകളെ അഴിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ സൗഖ്യമാക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ പോഷിപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തീകരിക്കുന്നു. കർത്താവെ, വചനം അയച്ച് സൗഖ്യമാക്കുന്ന യേശുവാണ്. വചനം അയച്ച് ക്രിയ ചെയ്യുന്ന യേശുവാണ്. ഞങ്ങളെ സഹായിക്കാം. ശുശ്രൂഷകൾക്കായി ബലപ്പെടണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ ആമേൻ ആധികാരികമായി നമ്മൾ പഠിക്കാൻ പോവുകയാകുന്നു. സ്തോത്രം. ആമേൻ. ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ്. പുതിയ നിയമത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്ന വിഷയമാകുന്നു. യേശു നമ്മുടെ നല്ല ഇടയനാണ്. യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞ 7 അനുഭവമുണ്ട്. സ്തോത്രം. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ഇടയനാകുന്നു. ആമേൻ. സ്തോത്രം. ഇത് ഞാനൊരു പഠന വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഉണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റഡി ബുക്ക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല. പ്രൈസ് ലോർഡ്. പേരൻസ് കൊണ്ടുവരുമെന്ന് കരുതി അവരും കൊണ്ടുവന്നില്ല. അതവിടെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യം അത് തുടങ്ങിയാകുന്നു. മറ്റൊരു സീരീസിൽ നമുക്ക് അത് പഠിക്കാം. യേശു പറഞ്ഞ 7 തന്നെ സ്തോത്രം. ഞാൻ ഇന്നതാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്തോത്രം. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു നമ്മുടെ നല്ല ഇടയനാ. എല്ലാവരും പറഞ്ഞേ, യേശു നമ്മുടെ നല്ല ഇടയനാ. സ്തോത്രം.
ഇതിനകത്ത് ഹീ ഈസ് ഗുഡ് എന്നുള്ള പദം, സ്തോത്രം, കാലോസ്, ഗ്രീക്കിൽ പറയുന്നത് കാലോസ്. അതിന് പറയുന്നത് ജീസസ് ഈസ് നോബിൾ, ജീസസ് ഈസ് ഓൾസം, ജീസസ് ഈസ് ബ്യൂട്ടിഫുൾ. ഓ സ്തോത്രം. ഇപ്പൊ തന്നെ കർത്താവിനെ അറിഞ്ഞവരുടെ ഉള്ളം തണുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നോബിളാ കേട്ടോ, നമ്മുടെ കർത്താവ് ഹോൾസമാ, നമ്മുടെ കർത്താവ് ബ്യൂട്ടിഫുള്ളാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നോക്കിയാൽ വേറെ ആരെ നോക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ഈ യങ്സ്റ്റേഴ്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പലതിന്റെ പിന്നാലെ പോകുന്നവരാ. ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, സ്തോത്രം, നീ യേശുവിനെ നോക്ക, നീ യേശുവിനെ നോക്ക. അവിടുത്തെ നോക്കിയാൽ പിന്നെ വേറെ ആരും നോക്കേണ്ടി വരത്തില്ല. രാമൻ പറഞ്ഞേ. സ്തോത്രം. ഞാൻ പൊതുവെ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, യങ്സ്റ്റേഴ്സിനോട് മാത്രമല്ല എല്ലാവരോടും പറയുന്ന കാര്യമാണ്. പലരും പല അഫെയറുകൾ പോകാറുണ്ട്. ഞാൻ അവരോട് പറയും, യേശുവിനെ നോക്ക്. ആ മിസ് കുടുംബസ്ഥരായിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശുവിനെ നോക്ക്. ഏകാഗികളായിട്ടവരോട് പറയുന്നു, യേശുവിനെ നോക്ക്. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ സൗന്ദര്യം ദർശിച്ചവർ ഈ ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകത്തില്ല. കർത്താവിന്റെ സൗന്ദര്യം കണ്ടവർ ഈ ലോകത്തിന്റെ പിന്നാലെ പോകത്തില്ല. ലോക മനുഷ്യരുടെ പിന്നാലെ പോകുകയില്ല. എത്ര പേർക്ക് അതിന് വിശ്വാസമുണ്ട്? സ്തോത്രം. ഈ രാജ്യത്തില് എന്താ പറയുന്നേ, യവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സ് യവനക്കാരോട് പറയുന്ന വിഷയം, ലവ് ജീസസ്. യേശുവിനെ സ്നേഹിക്കുക. ജീസസ് ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. നമുക്കത് പറയാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപുള്ള സൗന്ദര്യമുണ്ട്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോഴുള്ള സൗന്ദര്യമുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള സൗന്ദര്യമുണ്ട്. അത് നമുക്ക് പിന്നാലെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആമേൻ, ജീസസ് ഈസ് അവർ പ്രൊട്ടക്ടർ. യേശു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണ്. യേശു നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. അല്ലെങ്കിൽ യേശു എന്നുള്ള പദം വരുമ്പോൾ തന്നെ പിതാവാം ദൈവത്തിന്റെ നാമവും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വരും. സ്തോത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. പ്ലീസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം. സ്തോത്രം. ഒന്ന് പൊതുവായ 10 കാര്യങ്ങൾ ഞാൻ പറയും. സ്തോത്രം. നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. ആമേൻ. മറ്റൊരു വേദഭാഗം കൂടി വായിക്കാമോ? മറ്റൊരു വേദഭാഗം കൂടി വായിച്ച് സഹായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. മതി. സ്തോത്രം. എല്ലാരും എന്നോട് ചേർന്നൊന്ന് പറയണേ. സ്തോത്രം. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എല്ലാരും ആദരത്തെ തുറന്നെന്ന് പറഞ്ഞ്, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ഓ ഹല്ലേലൂയ. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ നിങ്ങളെ നോക്കി വിശ്വാസത്തോടെ പറയുന്നു, ആരും നിങ്ങളെ പിടിച്ചു പറിക്കാൻ വരത്തില്ല. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തോടെ പറഞ്ഞവർക്കായി സ്തുതിക്കുന്നു. അടുത്തത് അതേ അധ്യായത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വായിക്കാമേ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് എനിക്ക് തരുന്ന ഓരോ വചനങ്ങളും ഞാൻ ദൈവത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കും. ഇതും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. വേറെ ഒരു പൊതു മീറ്റിങ്ങിലോ ഒരു സൂം മീറ്റിങ്ങിലോ ഈ ഒരു ഭാഗം തൊട്ടിട്ടില്ല. അപ്പൊ തന്നെ തുടങ്ങുമ്പോ അതിന്റെ ഒരു, നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സ്തോത്രം. പക്ഷെ ആത്മാവിൽ തുടങ്ങി കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറി കിട്ടും. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് രാത്രിയില് ആമേൻ, കഴിവതും എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഞാൻ പറയുമ്പോ അങ്ങ് മ്യൂട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കഴിവതും എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾ പറയാവൂ. സ്തോത്രം. ഞാൻ യേശുവിന്റെ കയ്യിലാണ്. പറഞ്ഞേ, ഞാൻ യേശുവിന്റെ കയ്യിലാണ്. എന്നെ ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയയില്ല. ഞാൻ പിതാവിന്റെ കയ്യിലാണ്.
ആർക്കും എന്നെ തട്ടിപ്പറിപ്പാൻ കഴിയുകയില്ല. എന്റെ കുഞ്ഞുങ്ങളെ ആരും തട്ടിപ്പറിക്കത്തില്ല. എന്റെ സമ്പത്താരും തട്ടിപ്പറിക്കയില്ല. എന്റെ ജീവിത പങ്കാളിയെ, വിവാഹിതർ, എന്റെ ജീവിത പങ്കാളിയെ ആരും തട്ടിപ്പറിക്കയില്ല. എന്റെ ജോലി ആരും തട്ടിപ്പറിക്കയില്ല. എന്റെ നന്മകളെ ആരും തട്ടിപ്പറിക്കയില്ല. എന്റെ വാഗ്ദത്തങ്ങളെ ആരും തട്ടിപ്പറിക്കയില്ല. Praise the Lord. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറയാൻ തുടങ്ങി. ഇനി വചനം സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പറയാനുള്ളതെല്ലാം കർത്താവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. യേശു പറയുകയാണ്, ആമേൻ, സ്തോത്രം. എന്താ കൊണ്ട് ഞാൻ ആ ഒരു അധ്യായത്തിൽ തന്നെ നിൽക്കാം കേട്ടോ. സ്തോത്രം. 22 മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാമേ. അതായത് യോഹന്നാന്റെ സുവിശേഷം 10:22 മുതൽ വായിക്കുക. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നോക്കിയേ. ആമേൻ. യെരൂശലേമിൽ എന്ത് ആചരിക്കുകയാണ്? പ്രതിഷ്ഠോത്സവം. സ്തോത്രം. ദൈവത്തിന്റെ ആലയം പ്രതിഷ്ഠിച്ച ഒരു ഉത്സവമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ട്രഡീഷൻ അവർ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്യുന്നു? ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതൊരു പ്രസംഗ വിഷയം തന്നെയാകട്ടോ. നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആമേൻ. സ്തോത്രം. യഹൂദന്മാർ വളഞ്ഞു. ഇവർ ഈ നമ്മുടെ കർത്താവിന്റെ പ്രവർത്തികളും കർത്താവിന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടപ്പോൾ, ആമേൻ, ഒരു ഭാഗത്ത് യഹൂദന്മാർക്ക്, ആമേൻ, സ്തോത്രം, കർത്താവിൽ വിശ്വാസമുള്ളപ്പോൾ തന്നെ നമ്മുടെ കർത്താവിന്റെ മറ്റൊരു സൈഡ്, അവരുടെ മറ്റൊരു ഭാഗം, ആമേൻ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ കൊള്ളരുതായ്മകളെ യേശു പറഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും, സ്തോത്രം, ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ യേശുവിന്റെ ഉപദേശങ്ങൾ, ആമേൻ, സ്തോത്രം, തങ്ങളെ പഠിപ്പിക്കാൻ വരുന്നുവോ, തങ്ങളെ ഉപദേശിക്കുവാൻ വരുന്നുവോ എന്നുള്ള ചില വിഷയങ്ങളെ ആ ഒരു ടോപ്പിക്ക് യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, സ്തോത്രം, ആമേൻ, യേശുവിനെ അവര് തള്ളിക്കളയാനുള്ളതായ ഒരു മെയിൻ കാരണം. സ്തോത്രം. അതിലുപരിയായിട്ട് ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. യഹൂദന്മാർ റോമൻ ഭരണത്തിന്റെ കീഴിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും എഴുന്നേറ്റാൽ, ഇങ്ങനൊരു പ്രവാചകൻ എഴുന്നേറ്റാൽ റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം. പക്ഷെ യേശുക്രിസ്തു അതിനല്ലല്ലോ വന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനാ വന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ സ്തോത്രം, ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. പക്ഷെ ഇവര് ഒരു പ്രവാചകൻ എഴുന്നേറ്റാൽ, യോഹന്നാന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. യോഹന്നാന്റെ വാക്കുകളും യോഹന്നാന്റെ ഉപദേശങ്ങളും കേട്ടപ്പോൾ അവര് കരുതി, ആമേൻ, സ്തോത്രം, പ്രവാചകനാണ് ഈ റോമൻ നുകത്തിൽ നിന്നും അവരെ രക്ഷിക്കുമെന്ന്. അവർക്ക് എന്നാൽ യോഹന്നാൻ സ്നാപകൻ അതിനുമല്ല വന്നത്. അപ്പോൾ യേശു അതാണെന്ന് അവർ കരുതി. പക്ഷെ യേശു അതിനല്ല വന്നത്. അപ്പോൾ അവർക്ക് യേശുവിനോട് വിദ്വേഷവും പ്രയാസവും ഉണ്ടായി. ആമേൻ. മാത്രമല്ല, അവരൊരിക്കലും ആഗ്രഹിക്കാത്ത ചില
വിഷയങ്ങൾ യേശു പറയുകയുണ്ടായി. ഞാൻ അബ്രഹാമിന് മുന്നമേ ഉണ്ട്, ഞാനും പിതാവ് ഒന്നാണ്. ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അവർ യേശുവിനെ മനുഷ്യനായിട്ട് മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിനുള്ളതായ ദൈവികത, യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു ദൈവത്തെ പുത്രനാണ് എന്നുള്ള വിഷയങ്ങൾ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. അവരുടെ അകക്കണ്ണുകൾ പ്രകാശിച്ചില്ല. സ്തോത്രം. എന്നാൽ പത്രോസിന്റെ അകക്കണ്ണിനെ പരിശുദ്ധാത്മാവ് തുറന്നു. സ്തോത്രം. 12 ശിഷ്യന്മാരുടെ അകക്കണ്ണിനെ പരിശുദ്ധാത്മാവ് തുറന്നു. അവർ ഭാഗ്യമുള്ളവരായിരുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള അതാണ് അവിടുത്തെ ടോപ്പിക്ക്. യേശുവിനെ വളവാനും ഇവർക്ക് യേശുവിനെ കുറിച്ച് ഒരു ആശയുണ്ട്. യേശു ക്രിസ്തുവിന്റെ ധൈര്യവും യേശു ക്രിസ്തുവിന്റെ വാക്കുകളുടെ സ്പഷ്ടതയും ഒക്കെ കണ്ടപ്പോൾ ഇത് സ്തോത്രം, നീ ക്രിസ്തു തന്നെയാണോ? സ്തോത്രം. ഹല്ലേലൂയ. അത് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണമെന്നൊക്കെ പറയുക. യേശു അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ആത്മകണ്ണുകൾ തുറക്കപ്പെടാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലായില്ല. ഇതാണ് 10-ാം അധ്യായം 22-ാം വാക്യത്തിന്റെ സ്തോത്രം ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ കർത്താവ് പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇവിടെ മുതലാണ്, ഇവിടെ മാത്രമല്ല, ഈ ആടുകൾ, യേശു ആടും തമ്മിലുള്ള പ്രത്യേകത നോക്കണമേ. യേശുവിനെ നായകനാക്കുവാൻ യേശു ക്രിസ്തു എന്ന നിലയിൽ തങ്ങളെ വിടുവിക്കുന്നവൻ, അല്ലെങ്കിൽ ലോകപരമായി തങ്ങളെ വിടുവിക്കുന്നവൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് യഹൂദന്മാർ നീങ്ങിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നോക്കിക്കേ. യേശു ക്രിസ്തു വന്നത് എന്തിനാണ് പറയുന്നു? ഞാൻ വന്നത് സാമ്രാജ്യം സ്ഥാപിക്കാനല്ല, ഞാൻ വന്നത് എനിക്കുള്ളതായ ആട്ടിൻകൂട്ടത്തെ കണ്ടെത്താനാണ്, തെറ്റിപ്പോയ ആടുകളെ കണ്ടെത്തുവാനാ. വഴിതെറ്റിപ്പോയ ആട്ടിൻകൂട്ടങ്ങളെ, മനുഷ്യരാടുകളാണ് നമ്മളെല്ലാം, കർത്താവിന്റെ ആടുകളാണ്. എനിക്കുള്ളവയെ സ്തോത്രം, എനിക്കുള്ളവയെ ചേർത്ത് പിടിക്കുവാനാണ് യേശു വന്നത് എന്ന് അവിടെ പ്രസ്താവിക്കുകയാ. അപ്പൊ യേശുവിന്റെ ആടുകളുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് ഇവിടുത്തെ സാമ്രാജ്യം മതി. ചിലർ ക്രിസ്തുവിനെ അതിനാ വിളിക്കുന്നത്. ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടി ഉയർത്തുവാൻ, ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുവാൻ. എല്ലാവർക്കും നല്ല വീടുകൾ കിട്ടട്ടെ, എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ. ഇതെല്ലാം യേശു തരുന്നവനാണ്. നമുക്കത് പിന്നാലെ നമുക്ക് പഠിക്കുവാനും അതിൽ കൂടി ബലപ്പെടുവാനും സാധിക്കും. ഇന്ന് ഒരു കൂട്ടം ആൾക്കാർ വിളിക്കുന്നത്, യേശുവിനെ വിളിക്കുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തുവാനാണ്. പേരുകൾ പറഞ്ഞ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇന്നത്തെ ആത്മീയർ പലരും യേശുവിനെ വിളിക്കുന്നത് അവരുടെ സാമ്രാജ്യം കെട്ടി ഉയർത്തുവാനാ, യേശുവിനെ ഉയർത്തുവാനല്ല. സ്തോത്രം. ഇന്നത്തെ ആത്മീയ ലോകത്തിലെ പല വടംവലികളും പല പ്രമാദമായ കേസുകളും നടക്കുന്നത് സ്തോത്രം സഭാതലത്തിൽ അവരുടെ രാജ്യം കെട്ടി ഉയർത്തുവാനാണ്. എന്നാൽ എൻ്റെ യേശു വന്നത് അതിനല്ലെന്ന് ഇന്ന് രാത്രി കാലം ഞാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വന്നത് ഇപ്പോൾ നിങ്ങളുടെ തലവനായി ഇരിപ്പാനല്ല. നിങ്ങൾ തെറ്റിക്കിടക്കുന്നു, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളതല്ല. സ്തോത്രം, സ്തോത്രം. നീ യേശു പറയുക, ഓക്കെ, സ്പഷ്ടമായിട്ട് അങ്ങ് പറയുക. നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞാൽ കാര്യം തീരാനുള്ളതേ ഉള്ളൂ. യേശു കർത്താവ് പറയുന്നത് അതല്ല, എന്നെ അയച്ചത് അതിനല്ല, നിങ്ങളെ സോപ്പിടാനല്ല എന്നെ അയച്ചത്. സ്തോത്രം. എന്നെ അയച്ചത് സ്തോത്രം നിങ്ങളെ നേർവഴിക്ക് നയിക്കാനാ. അതുകൊണ്ടാണ് യേശുവിടെ വ്യക്തമായി പറയുന്നത്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആടുകളുടെ പ്രത്യേകത എന്താണ്? യേശു പറയുന്നത് വിശ്വസിക്കും, യേശു പറയുന്നത് ഏറ്റെടുക്കും. സ്തോത്രം. അടുത്തത്, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. യേശുവിന്റെ കൂട്ടത്തിലുള്ള പ്രത്യേകത, യേശുവിനെ അനുഗമിക്കും. ഉടനെ അടുത്ത് പറയാണ്, ഞാൻ അവയ്ക്ക് എന്ത് കൊടുക്കുന്നു? നിത്യജീവൻ കൊടുക്കുന്നു. ഇന്ന് രാത്രികാലം ഈ കർമ്മയിൽ കയറിയ ദൈവജനത്തോട് പറയട്ടെ, യേശു നമ്മുടെ
യേശു നമ്മുടെ ഇടയനായിരിക്കുമ്പോൾ മാർത്ത ആന്റി, ജെസി ആന്റി, മാർത്ത ആന്റി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാം നല്ല പാചകമൊക്കെയാ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ പ്രത്യേകത, നമ്മൾ യേശുവിന്റെ ആടുകളായിരിക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടി? നിത്യജീവൻ കിട്ടി. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും നല്ല ജോലി വേണം. ജോലി കർത്താവ് തന്നു. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? ജോലിയല്ല, നിത്യജീവൻ തന്നു. നിത്യജീവൻ ഇല്ലാത്ത ജോലിയൊന്നും ഒരു ജോലിയല്ല. നിത്യജീവൻ ഇല്ലാത്ത സമ്പത്ത് ഒരു സമ്പത്തല്ല. നിത്യജീവൻ ഇല്ലാത്ത, ഞാൻ എന്നോട് പറയും, നിത്യജീവൻ ഇല്ലാത്ത ഒരു ശുശ്രൂഷയല്ല. നിത്യജീവനില്ലാത്ത പ്രവചനം ഒരു പ്രവചനമല്ല. നിത്യജീവനില്ലാത്ത പാട്ടൊരു പാട്ടല്ല. കർത്താവ് തന്നത്, ഞാൻ എന്ത് തന്നു? നിത്യജീവനെ കൊടുത്തു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശു കർത്താവ് നമ്മുടെ രോഗത്തെ മാറ്റി. നിത്യജീവനില്ലെങ്കിൽ എന്താ പ്രത്യേകത? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശു നമ്മുടെ സാമ്പത്തിക കെടുതിയെ മാറ്റി. നിത്യജീവനില്ലെങ്കിൽ എന്താ പ്രയോജനം? ഇന്ന് രാത്രി പറയട്ടെ, പ്രൈസ് ലോർഡ്, ഹി പ്രൊട്ടക്ട്സ്. യേശു നമ്മളെ സംരക്ഷിക്കുന്നു. എങ്ങനെ? നിത്യജീവനെ തന്ന്. നിത്യമായ നശിച്ചു പോകാത്ത ജീവനെ തന്ന്. ഞാൻ പൊതുവിൽ ഇങ്ങനെ പറയാറുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിത്യജീവൻ ഉണ്ടോ, ഇവിടുത്തെ ശക്തികളൊന്നും നിന്നെ ജയിക്കത്തില്ല. സോറി, നിത്യജീവന്റെ അവകാശിയാണോ, ഇവിടുത്തെ സ്ട്രഗിൾ ഒന്നും നിനക്കൊരു സ്ട്രഗിൾ ആയിരിക്കത്തില്ല. നിത്യജീവന്റെ പവർ അകത്തുണ്ടോ, കടഭാരമൊന്നും ഒരു ഭാരമായിരിക്കത്തില്ല. ഇന്ന് ഞാൻ ഈ ഗ്രൂപ്പിലുള്ളവരോട് പറയുകയാണ്, നിത്യജീവൻ യേശു ആദ്യം നമുക്ക് തന്നത് നിത്യജീവനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് എനിക്കൊരു നല്ല രാജ്യമുണ്ട്. സ്തോത്രം. ഇവിടെ ഞാൻ മൺമറിഞ്ഞ് പോയാലും എൻ്റെ ശരീരം ഉയർക്കും. ഞാൻ മരിച്ചാലും യേശുക്രിസ്തുവിനോട് ഉയർക്കും. ഞാൻ മരിച്ചാലും സ്തോത്രം, ഈ മൺകൂടാരത്തിൽ നിന്ന് ജീവൻ കർത്താവ് പകരും. കർത്താവിന്റെ കാഹളത്തെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ, പ്രത്യാശ വേണം. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും ബെസ്റ്റ് മരുന്ന് അതാകട്ടോ. ഏറ്റവും ബെസ്റ്റ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? അല്ലെങ്കിൽ എല്ലാം ഒന്നും വിവരിക്കുവാൻ സമയമില്ല. സ്തോത്രം. അപ്പോഴൊക്കെ എൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എടാ, നിന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടെന്നേ. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ മരിച്ചാലും നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് യൂറിക് ആസിഡ് നാട്ടി വെച്ചാണ്. യൂറിക് ആസിഡ് വർദ്ധിച്ച് ഞാനൊത്തിരി കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന ആളാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ കഴിയുന്നവർക്കൊക്കെ രാത്രിയാണെങ്കിലും കൊതി വരുന്നുണ്ട്. ഞങ്ങളുടെ മുരുകന്റെ കടയിൽ നിന്ന് ഒരു കവർ കപ്പലണ്ടി വാങ്ങിച്ച് അതും കുറച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ. വീട്ടിൽ വന്നാലും അങ്ങനല്ലേ, ഇങ്ങനെ ഉറച്ച് ഊതി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. അതെല്ലാവർക്കും കൂടെ കൊതി വന്നു. പക്ഷെ ഞങ്ങളെ കൊതിപ്പിക്കാതെ കടലയും പൊരിയൊക്കെ കഴിക്കുന്ന സമയം കഴിച്ച് അവസാനം യൂറിക് ആസിഡും കൂടി. ഇപ്പോഴും ഞാൻ പറയാം, അമിത ഭക്ഷണം കേടാകട്ടോ. അമിത ഭക്ഷണം കഴിക്കേണ്ട സമയത്തേ കഴിക്കാവൂ. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ചുമ്മാതിരിക്കുമ്പോ കഴിക്കുന്ന സ്വഭാവം. അത് ഞാൻ നിർത്തിയേക്കണേ. വെറുതെ ഇരിക്കുമ്പം ആ ഉപ്പേരിപ്പാട്ടയ്ക്കകത്ത് കൈ ഇട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങ് നിർത്തണം കേട്ടോ. അത് 4 മണിക്കത്തേക്കിനാ. സ്തോത്രം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, പിന്നെ ആ 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ചാ പോരെ, കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈയിടെ ആരോ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ പറയുണ്ടായി, ഏലിയാവിന് 2 നേരമേ ഫുഡ് കൊടുത്തുള്ളൂ. ഏലിയാവിന് അത് മതി നമുക്ക്. പിന്നെ കാലത്ത്, ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞില്ലെങ്കിലും രാവിലെയും വേണം, ഉച്ചയ്ക്കും വേണം, വൈകിട്ടും വേണം ആഹാരം. സ്തോത്രം. പിന്നെ അത് കൂടാതെ സ്തോത്രം, ചിലർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കുറിക്കണം.
ചിലർക്ക് പ്രാർത്ഥിക്കാൻ നേരത്തെ കുറയ്ക്കണം. ഈ കുറച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഷുഗറൊക്കെ തന്നെ പൊയ്ക്കോളും. ചിലര് ടെൻഷൻ വരുമ്പം അങ്ങ് കഴിക്കുക. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ആന്റി കസേര ഇരിക്കുക, ആ ടേബിളിന്റെ അടുക്കൽ ഒത്തിരി ചിപ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഉപ്പേരി സകല എല്ലാവിധ ഉപ്പേരിയും ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അമ്മാമ ഇങ്ങനെ വെച്ചേക്കുന്നത്? അത് മോനെ, എനിക്ക് ടെൻഷൻ വരുമ്പോഴെല്ലാം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അത് മൊത്തം ഉപ്പ, എൻ്റെ അത് മൊത്തം എണ്ണയാ. സ്തോത്രം. പ്രഷറെല്ലാം ടെൻഷൻ കയറി ഈ ചിപ്സ് എല്ലാം കഴിച്ച് പിന്നെ പ്രഷറായി, കൊളസ്ട്രോളായി. സ്തോത്രം. ഇതാരോടൊക്കെയാ പറയുന്നത് അറിയത്തില്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു ഫുഡ് സിസ്റ്റം ഉണ്ട്. അത് ഉൽപ്പത്തിയിലേ നമുക്ക് കാണാൻ പറ്റും. തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലം തിന്നാം, എന്നാൽ ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നത് കഴിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ശീലിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സുഖം കിട്ടും. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആഹാര വിഷയത്തിൽ ഒരു ക്രമീകരണം ഉണ്ടായേ. സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെ കുറെ വിപത്തുകളും പ്രയാസങ്ങളൊക്കെ മാറി കിട്ടിയ. സ്തോത്രം. എന്റെ സ്വഭാവം ഈ യൂറിക് ആസിഡ് വരാൻ കാര്യം എപ്പോഴും അങ്ങ് കപ്പടി കുറച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ യൂറിക് ആസിഡ് കൂടി എന്റെ കാലില് ഗ്രൗട്ട് ഉണ്ടായി. ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. തള്ളവറിൽ ഒരു പെരുപ്പ് അത്ര കാര്യമാക്കിയില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പെരുപ്പ് വർദ്ധിച്ചു, വേദന കൂടി. ഞാന് കായംകുളത്തിനടുത്ത്, സ്ഥലത്തിന്റെ പേര് അങ്ങോട്ട് ഓർക്കുന്നില്ല, കായംകുളത്തിനടുത്ത് ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ആ ഭവനത്തിൽ ഇറങ്ങിയപ്പോൾ എന്റെ തള്ളവരൽ വല്ലാതെ പെരുത്തു. എനിക്ക് തറയിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ. അവര് പെട്ടെന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ട് അടുത്തൊരു വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോയി. വൈദ്യരാ പറഞ്ഞത് ഇത് ഗ്രൗട്ട് ആണെന്ന് പറഞ്ഞു. എനിക്ക് അടൂര് വീട്ടിലെത്തിയേ പറ്റത്തുള്ളൂ. കാലയില് തുണിയൊക്കെ കെട്ടി വെച്ച് പെട്ടെന്ന് നീരായി. എന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ എനിക്ക് വീട്ടിലെത്താൻ സാധിച്ചില്ല. മീൻസ് വീട്ടില് സൗഖ്യത്തോടെ എത്താൻ സാധിച്ചില്ല. ബസ്സിൽ ബൈക്കിലാ പോയത്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. സ്തോത്രം. ഓരോ നിമിഷം കഴിയുന്തോറും, ദിവസങ്ങൾ കഴിയുമ്പോഴല്ല, ഓരോ മിനിറ്റ് കഴിയുന്തോറും എന്റെ തള്ളവരലുടെ പെരുപ്പ് കൂടുകയാണ്. അത് പതിയെ എന്റെ അസ്ഥികളിലേക്ക് വ്യാപരിച്ചു. എനിക്കറിയാം, ഇങ്ങനെ കാലിന്റെ ആംഗിൾ മുട്ട് ഇങ്ങനെ തൊട വഴി കയറി ഇങ്ങനെ വരുന്നതും എന്റെ തലച്ചോറിൽ വരെ എന്റെ പെരുപ്പ് കയറി. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കാലിൽ ആരെങ്കിലും തൊട്ടാൽ, എന്റെ റൈറ്റ് കാലിൽ ആരെങ്കിലും തൊട്ടാൽ എനിക്ക് ജീവൻ പോകുന്ന വേദനയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്. അവരതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ഗ്രൗട്ടാണ്, മേ ബി ഇത് ചില ദിവസങ്ങളൂടി നിന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. പ്രൈസ് ലോർഡ്. ഇത് അസ്ഥികൾക്കകത്ത് മജ്ജയ്ക്കകത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ മജ്ജ ഉണങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെയാണ് അവര് പഠിച്ചപ്പോൾ കണ്ടുപിടിച്ചത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു വെപ്രാളമൊക്കെ വന്നു കേട്ടോ. ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് വന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സഹിക്കാൻ പറ്റാത്ത വേദനകളുമായി 1, 2, 3, 4 ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാ. സ്തോത്രം. കട്ടിലേന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നു, എല്ലാം നടക്കുന്നു, ഒരു രക്ഷയും ഇല്ല. വേദന സഹിക്കാൻ വേണ്ട. ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന വചനം ഇതാണ്: നിത്യജീവൻ. ഉള്ളിലേക്ക് വന്നു. മരിച്ചാ നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ കർത്താവിനോട് ചേരുകയില്ലേ? മരണത്തെ നീ എന്തിനു ഭയപ്പെടുന്നു? നീ എന്തിനീ വേദനയെ ഭയപ്പെടുന്നു? നീ എന്തിനു മരണത്തെ ഭയപ്പെടുന്നു? നീ മരിച്ചാൽ നിന്റെ ആത്മാവ് ക്രിസ്തുവിൽ മറയും. അന്ത്യകാഹളനാദത്തിങ്കല് നീ ഉയർത്തി വരുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ടല്ലയോ ഞാൻ നിന്നെ കണ്ടത്. അന്ന് മുതൽ, ആ 4-ാം ദിവസം മുതൽ അടുത്ത മണിക്കൂറുകളിൽ നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന ശക്തികൾ കാതിൽ മുഴങ്ങി നാവുകൊണ്ട് അത് പറയുവാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, 4-ാം ദിവസം വൈകിട്ട് മുതൽ എനിക്ക് ഒത്തിരി വ്യത്യാസം തുടങ്ങി. സ്തോത്രം. എന്റെ തലയ്ക്ക് വെളിവായി, എന്റെ ശരീരത്തിന് സൗഖ്യമായി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്കിൽ നിന്ന് ഇറങ്ങുവാൻ.
നിത്യജീവന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചോ, ഈ ലോകം നിങ്ങളെ ജയിക്കത്തില്ല. നിത്യജീവന്റെ ശക്തി നിങ്ങളുടെ കണ്ണുകളിൽ പ്രകാശിക്കുന്നുണ്ടോ, ഈ ലോകം നിങ്ങളെ ജയിക്കത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഇന്നത്തെ ഈ നമ്മുടെ ഈ സൂം മീറ്റിംഗില് പരിശുദ്ധാത്മാവ് പറയുന്നത് നിത്യജീവൻ തരുന്നു. എന്ത് തരുന്നു? നിത്യജീവൻ തരുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ത് തരുന്നു? നിത്യജീവൻ തരുന്നു. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് പറയുകയാണ്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ മരിച്ചു പോകത്തില്ലെന്നല്ല. ആമേൻ. ഇവിടെ നമ്മുടെ ഈ ശരീരത്തിന് കേട് വരത്തില്ലെന്നല്ല അർത്ഥം. ആമേൻ. സ്തോത്രം. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നിത്യജീവൻ ലഭിച്ചവരാരും നശിച്ചു പോകുകയില്ല. അവരെല്ലാം കർത്താവ് കണ്ടിരിക്കുന്നത് നിത്യജീവന്റെ സന്തോഷം പ്രാപിക്കാനാണ്. അവരെ കുറിച്ചാണ് യേശു പറഞ്ഞത്, അവയെ ആരും എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയും. എന്നെ വളരെ സ്പർശിപ്പിക്കുകയാണ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയും, ആരും അവയെ പിടിച്ചു പറിക്കുകയില്ല. ആരും അവയെ പിടിച്ചു പറിക്കുകയില്ല. ഇന്ന് രാത്രി കാലം ഈ വചനം ഞാൻ നിങ്ങളുടെ തലമുറകളെ നോക്കി പറയുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് നിത്യജീവനെ നൽകുന്ന രാത്രിയാണ്. നിങ്ങളുടെ കൂട്ടാളികൾക്ക് നിത്യജീവനെ നൽകുന്ന രാത്രിയാണ്. നിങ്ങൾക്ക് നിത്യജീവനെ നൽകുന്ന രാത്രിയാണ്. നിങ്ങളുടെ നാവുകളിലെ നിത്യജീവന ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ റൂമിലെ നിത്യജീവന ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലെ നിത്യജീവന ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങൾ പാർക്കുന്ന രാജ്യങ്ങളിലെ നിത്യരക്ഷയുടെ നിത്യജീവന ശക്തി വ്യാപരിക്കുകയാണ്. നിങ്ങളോട് പോരടിക്കുന്ന, നിങ്ങളുടെ നന്മകളെ പിടിച്ചു പറിക്കുമെന്ന് പറയുന്ന, നിങ്ങളുടെ ആയുസിനെ പിടിച്ചു പറിക്കുമെന്ന് പറയുന്ന, നിങ്ങളുടെ ഉയർച്ചകളെ പിടിച്ചു പറിക്കുമെന്ന് പറയുന്ന, നിങ്ങളുടെ നന്മകളെ പിടിച്ചു പറിക്കുമെന്ന് പറയുന്ന, നിങ്ങളുടെ സ്വസ്ഥതയെ പിടിച്ചു പറിക്കുമെന്ന് പറയുന്ന അന്യ ശക്തികളെ നോക്കി ഇന്ന് രാത്രികാല ആത്മാവ് വിളിച്ചു പറയുന്നത്, അവയെ ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ എന്റെ യേശുവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. നിത്യജീവനായി വിളിക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. നിത്യജീവനായി വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ചിറകടിയിൽ സംരക്ഷിതരാണ്. ഇന്ന് രാത്രികാലം നിന്നെ പിടിച്ചു പറിക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ പിടിച്ചു പറിക്കുവാൻ, നിന്നെ പന്താടുന്ന പോലെ പന്താടുവാൻ നിൽക്കുന്ന ശക്തികൾ ഇന്ന് തകർക്കപ്പെടുകയാണ്, ഇന്ന് പരാജയപ്പെടുകയാണ്. അത് നിന്നെ വിട്ട് പോകുകയാണ്. ഇന്ന് രാത്രി ചില വട്ടം വലികൾ പോലെ ഒരു ഭാഗത്തു നിന്ന് ദൈവജനത്തിന്റെ പ്രാർത്ഥന കൊണ്ട് നീ രക്ഷപ്പെട്ടു വരുമ്പോൾ തന്നെ മറുഭാഗത്തു നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിന്നെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ സ്വതന്ത്ര അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക വ്യാപാര ശക്തികളെ നോക്കി യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു, എന്റെ യേശുവിന്റെ കയ്യിൽ നിന്നും നിന്നെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു നിന്നെ ചേർത്ത് പിടിക്കുന്ന രാത്രിയാ. യേശുവിന്റെ തലമുറകളെ ചേർത്ത് പിടിക്കുന്ന രാത്രിയാ. യേശുവിന്റെ സ്ഥാനമാനങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന രാത്രിയാണ്. ഞാനത് വ്യക്തമായി കാണുകയാണ്. ആചാരാപാലാപ ഇന്ന് രാത്രികാലം ചില ഫൈറ്റിങ്ങുകൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളുകളായി ഈ യുദ്ധം നടക്കുക. ഒരു ഭാഗത്ത് നീ മുന്നേറുമ്പോൾ മറുഭാഗത്ത് നിന്നെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന പാരമ്പര്യ ശക്തികള്, പള്ളി ശക്തികള്, പൗരോഹിത്യ ശക്തികള്, അമ്പല ശക്തികള്, നേർച്ചക്കാഴ്ച ശക്തികള് നിന്നെ പിടിച്ചു പറിക്കുവാൻ, നിന്നെ കൊള്ളതിനെ പിടിച്ചു പറിക്കുവാൻ, ആ കർത്താവ് നിനക്ക് തന്നതിനെ പിടിച്ചു പറിക്കുവാൻ, നിന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ദൈവ സ്നേഹത്തെ മാറ്റിക്കളയാൻ നോക്കുമ്പോൾ യേശു പറയുന്നു, പിടിച്ചു പറിക്കയില്ല. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. എത്ര പേരത് വിശ്വസിക്കുന്നു? നിന്നെ പിടിച്ചു പറിക്കുവാൻ സാധ്യമല്ല, നിന്നെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ലെന്ന് ഇന്ന് രാത്രി കാല തിരുവചനം പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവ്, നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവ്. സ്തോത്രം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസ്. സ്തോത്രം. ദൈവത്തിന്റെ ഉന്നതമായ ഒരു വാഗ്ദത്തമാണ്. ആരും അവയെ ഒരു നാളും പിടിച്ചു പറിക്കയില്ല. സ്തോത്രം. രണ്ടാമത്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചറിയണമെങ്കിൽ
ഒന്ന്, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. രണ്ടാമത് എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ്. സങ്കീർത്തനത്തിലേക്ക് പോകാം. 91 സങ്കീർത്തനം നമ്മൾ എപ്പോഴും വായിക്കുന്നതാണല്ലോ. 91 സങ്കീർത്തനം 1 വാക്യം വായിക്കുന്നതാണ്, എങ്കിലും നോക്കി വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഒറ്റ വാക്യമേ ഉള്ളൂ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. രണ്ടാമത് ചെയ്യുന്നത്, ഒന്നുകൂടി നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, യേശു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, യേശു നമ്മളെ സംരക്ഷിക്കുന്നു. അതിന് ഒന്നെന്തോ വേണം? അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ, നമുക്കത് എക്സ്പീരിയൻസ് ആകണമെങ്കിൽ, ഒന്ന്, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക. രണ്ട്, സീക്ക് റെഫ്യൂജ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുക. അതാ 91 സങ്കീർത്തനം പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഈ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രബോധിപ്പിക്കട്ടെ. ആ മീൻസ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ അടുക്കലല്ല ഓടിപ്പോകേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം മനുഷ്യരെ അല്ല വിളിക്കേണ്ടത്. ദാവീദ് എന്താ ചെയ്യുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ബുദ്ധിമുട്ട് ആർക്കും ഏത് സമയത്തും വരാം. കർത്താവിനെ അറിഞ്ഞു എന്ന് കരുതി ബുദ്ധിമുട്ടില്ലെന്നല്ല കേട്ടോ. ബുദ്ധിമുട്ട് ഏത് സമയത്തും വരാം. ഏത് സമയത്തും രോഗങ്ങൾ വരാം. ഏത് സമയത്തും ഞെരുക്കങ്ങൾ വരാം. പ്രൈസ് ലോർഡ്. ഒരു ആത്മീയനെ സംബന്ധിച്ചുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ആദ്യം ആരുടെ അടുക്കൽ പോകണം? അത്യുന്നതന്റെ മറവില്, അവന്റെ നിഴലിൻ കീഴില് വന്നിട്ടങ്ങ് പോകാനല്ല, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എബൈഡ് എന്നാ പറയുന്നത്. സ്തോത്രം. ഈ നമ്മള് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മള് ഒരു താൽക്കാലികമായി നമ്മൾ ചില ലോഡ്ജുകളിലൊക്കെ കയറാറുണ്ട്, ഹോട്ടൽ റൂംസിലൊക്കെ. അതല്ല, അത് കയറുന്നു പോകുന്നു. പക്ഷെ നമ്മുടെ വീടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പാർക്കാൻ വേണ്ടി പണിതയാ. ഇത് ആ ഒരു വാക്കാണ് എബൈഡ് എന്ന് പറയുന്നത്. സ്തോത്രം. എപ്പോഴും സർവശക്തന്റെ നിഴലിൽ പാർക്കുന്നവനായിരിക്കണം. എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം. എപ്പോഴും നല്ല ഇടയന്റെ കൂടെ ആയിരിക്കണം. രാമൻ പറഞ്ഞേ. ഈ ഇടയനും ആടുകളും തമ്മിലുള്ള ഒരു പ്രത്യേകത അറിയാമോ? സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. ആടുകളുടെ കൂടെ ഇടയൻ, അർത്ഥാൽ ആടുകൾ ഇടയന്റെ കൂടാ. സ്തോത്രം. കുറെ വർഷങ്ങൾക്ക് മുൻപ് കോന്നിയില് ഉൾവനത്തില് ആടുകൾ, അവിടെ മനുഷ്യരുണ്ട്. അപ്പൊ അവിടെ മനുഷ്യരുണ്ട് കേട്ടോ. അവിടെ പ്രാർത്ഥനയൊക്കെ ഉള്ള സ്ഥലമാണ്. പുലിയും ഒക്കെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അതിനുള്ളില് ആടുകളെ വളർത്തുന്ന ഒരു ദൈവദാസനെ അറിയാം. ഈ പകല് മുഴുവനും ആടുകളെ വനാന്തരത്തില് മേയ്ക്കും. സ്തോത്രം. അത് അദ്ദേഹത്തിന്റെ പിതാവാ ചെയ്യുന്നത്. 2 രാത്രി ഞാൻ അവരുടെ കൂടെ സ്റ്റേ ചെയ്തു. സ്തോത്രം. രാത്രിയിൽ ഈ ദൈവദാസൻ ഈ ആടിനെ വളർത്തുന്ന വലിയൊരു ആളെയാ. അവിടെ അദ്ദേഹത്തിനൊരു ചെറിയൊരു റൂം പോലെ ഉണ്ട്. സ്തോത്രം. അവിടെ അദ്ദേഹം രാത്രി കിടക്കുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇത് വലിയ ദൂരമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരത്തൊന്നുമല്ല. ഇദ്ദേഹം പോയിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, ദൈവദാസ, രാത്രി അവിടെ പോയി കിടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇവിടെ നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. അല്ല. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞത്, അല്ല എബിമോനെ, ഞാൻ അവരുടെ അടുക്കൽ പാർക്കുമ്പം, ഞാൻ എൻ്റെ ആടുകളുടെ അടുക്കൽ നിൽക്കുമ്പം അവയ്ക്കൊരു ബോധ്യമുണ്ട്, എന്റെ നടത്തിപ്പുകാരൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ചോദ്യം, ഇദ്ദേഹത്തിന്റെ വീടും ഈ ആടുകളുടെ ആലയം തമ്മില് 300 മീറ്റർ പോലും ഇല്ല ദൂരം. കാണാം. പുലിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കാണാം രാത്രിയിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, എന്റെ ഗന്ധം, ഇടയന്റെ ആ ഒരു സാമീപ്യം ആടുകൾക്ക് ഉണ്ടാവണം. സ്തോത്രം. 2, മോനെ, ഇവിടെ ഏത് സമയത്തും പുലിയോ കടുവയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്നറിയുമ്പോ, സ്തോത്രം,
സ്തോത്രം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. എന്നെ ആ വടി കാണിച്ചു. ആ വടിയില് സ്തോത്രം സ്തോത്രം എന്തോ ചില തൈലവും എന്തൊക്കെയോ മീൻസ് അതില് എന്ത് ചെയ്തിട്ടുണ്ട്. ഈ വടിയില് എന്തൊക്കെയോ കാട്ടുമരുന്നുകൾ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വടി ഇദ്ദേഹം താമസിക്കുന്നിടത്ത് വെച്ചേക്കോ. ഇദ്ദേഹത്തിന് 2-3 വടിയുണ്ട്. രാത്രിയില് ഏതെങ്കിലും കാട്ടുമൃഗം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആടിന്റെ മണമല്ല കിട്ടുന്നേ, ഈ ഇടയന്റെ ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഇദ്ദേഹത്തിന്റെ ഈ വടിയിൽ പുരട്ടിയിരിക്കുന്ന ഈ മരുന്ന് പ്രയോഗം നടത്തിയ വടിയുടെ മണമാണ് കിട്ടുന്നത്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയന്റെ കൂടെ നിന്നുള്ള പ്രത്യേകത, യേശുവിന്റെ കൂടെ നിന്നുള്ള പ്രത്യേകത, നിന്റെ മണമല്ല അടിക്കുന്നത്. കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തമൊഴുകി. കർത്താവേ സ്തോത്രം. ഞാൻ കുറച്ചു നേരം പറയാൻ ഒരുങ്ങുന്നത് മ്യൂട്ട് ഓഫ് ആക്കാന്. ഒന്നും തിരിയുന്നില്ല. എല്ലാരും ഓൺ ചെയ്ത് വെച്ചോണ്ടിരിക്കുവാ. പാസ്റ്റർ പറയുന്നത് കേൾക്കാതെ എല്ലാരും ഓൺ ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അത് അഡ്മിൻ അത് ക്ലോസ് ചെയ്യാൻ പറ, അത് നടക്കും. സിജോ ആര്യ കോഹോസ്റ്റ് ആണല്ലോ. ആര്യ നോക്കിക്കേ. ഞാൻ കോഹോസ്റ്റ് ആണല്ലോ, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കോഹോസ്റ്റ് അല്ല. ഞാൻ കോഹോസ്റ്റ് ആണ്. അനില അമ്മു മോളി കർത്താവേ സ്തോത്രം. യേശുവേ പാസ്റ്റർ എല്ലാരെയും മ്യൂട്ട് ഇട്ടിട്ട്. എങ്ങനെ അതിന്റെ നോക്കട്ടെ. പേരെ ക്ലിക്ക് ചെയ്യുമ്പം സൈഡിൽ മ്യൂട്ട് വരും പാസ്റ്റർ. സിജോ വത്സമ്മ മോളി അനില അമ്മു. ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്. വത്സമ്മ സുശീലൻ കോഹോസ്റ്റ് ആണ്. ആര്യ കോഹോസ്റ്റ് ആണ്. ആര്യ ചെയ്യോ? ഞാൻ കോഹോസ്റ്റ് അല്ല കേട്ടോ. ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. ശ്രീജ മ്യൂട്ട് ഇട്ടേ. ശ്രീജ ഓക്കെ ആയി ബസ്. താങ്ക് യു. സ്തോത്രം. അപ്പൊ ഈ വന്യമൃഗങ്ങൾക്ക് കിട്ടുന്ന ഗന്ധം ഭയന്ന് വിറങ്ങലിച്ച ഭയപ്പാടില്ല കേട്ടോ. ആക്ച്വലി ഈ മൃഗങ്ങൾക്ക് ഭയപ്പാടില്ല. ഇടയൻ കൂടുള്ളപ്പോൾ ആടുകൾക്ക് ഭയമില്ല. സ്തോത്രം. ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന സമയത്ത് എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ദൈവദാസന്മാർ താമസിക്കുന്ന ഈ എല്ലാ സഭകൾക്കും എന്തോ ഉണ്ട്, ഒരു പാഴ്സണേജ് ഉണ്ട് അല്ലേ? സ്തോത്രം. ഞാന് നിരണത്തെ ശുശ്രൂഷിക്കുന്ന സമയത്താ അവരെന്നെ ഒരു കാര്യം പഠിപ്പിച്ചത്. ഞാൻ വന്നും പോയി നിൽക്കുമായിരുന്നു. പക്ഷെ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ ഞങ്ങളുടെ ഇവിടെ താമസിക്കുമ്പോൾ പാസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പം ഞങ്ങൾക്കൊരു ധൈര്യമാണ്. പാസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഒരു രോഗവും വരത്തില്ല. ഞാൻ അതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇതിനു മുൻപുള്ള ചർച്ചകളിലൊക്കെ വന്നും പോയി നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ നിരണത്ത് ആഴ്ചയിൽ 3 days പോയി നിൽക്കും. ആഴ്ചയിൽ 3 ദിവസം അവിടെ കൂടെ പോയി താമസിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ പാഴ്സണേജ് ഉണ്ട്. ഞാൻ അത്ഭുതം പറയട്ടെ, അവർക്കൊരു ചിന്ത ഉണ്ടായി, പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ദൈവദാസൻ ഞങ്ങളുടെ അടുക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ പ്രിയപ്പെട്ടവരെ,
കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം. നമുക്കൊരു ബോധ്യമുണ്ട്, യേശു എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ യേശുവിന്റെ അടുക്കൽ തന്നെ. സ്തോത്രം. ഞാൻ യേശുവിന്റെ ഇടയൻ തന്നെ, ഞാൻ യേശുവിനുള്ളതാ. ആമേൻ. ഇങ്ങനെ പറയുന്നത്, ഞാൻ അവനുള്ളവൾ. ആമേൻ. സ്തോത്രം. ഉത്തമ ഗീതത്തിലെ ശൂന്യം കരുതി പറയുകയാണ്, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ എന്റെ പ്രിയനുള്ളവൾ. സ്തോത്രം. ഇങ്ങനൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിക്കാമോ? ഞാൻ എന്റെ യേശുവിനുള്ളതാ, എന്റെ യേശു എന്റേതാ. സ്തോത്രം. അതല്ലേ 23-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. സ്തോത്രം. കിടക്കാൻ നേരത്ത് യഹോവ എന്റെ ഇടയനാകുന്നു, പഠിക്കാൻ നേരത്ത് യഹോവ എന്റെ ഇടയനാകുന്നു, പ്രാർത്ഥിക്കാൻ നേരത്ത് യഹോവ എന്റെ ഇടയനാകുന്നു, യാത്രയ്ക്ക് പോകുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു. നമ്മുടെ ചുറ്റുപാടിനെല്ലാം പല ശബ്ദങ്ങളുണ്ട്, പല ഘോര ശബ്ദങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കേണ്ടുന്ന ശബ്ദം, ആമേൻ, നമ്മുടെ അടുത്തുള്ള ഇടയന്റെ ശബ്ദം. നമ്മുടെ നാസ്വാധാരങ്ങളിൽ എത്തേണ്ടുന്നതായ മണം, ആമേൻ, സ്തോത്രം. ആ ഗന്ധം എന്താണ്? സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഗന്ധം. കാൽവരിയിൽ നമുക്ക് വേണ്ടി ചുടുചോര ചിന്തിയ യേശുവിന്റെ രക്തത്തിന്റെ ഗന്ധം. സ്തോത്രം. രോഗങ്ങളെ അകറ്റുന്ന യേശുവിന്റെ രക്തത്തിന്റെ ഗന്ധം, ശാപങ്ങളെ മാറ്റുന്ന യേശുവിന്റെ രക്തത്തിന്റെ ഗന്ധം. ഹോസ്റ്റ് ആയിരിക്കുന്ന വ്യക്തി അനില അമ്മു, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയണേ. അനില അമ്മു സിസ്റ്ററുടെ മൊബൈലില് ഇടത്തെ അറ്റത്ത്, ആ മൊബൈലില് കൈകൊണ്ടൊന്ന് തൊട്ടെ, വിരൽ കൊണ്ട് തൊട്ടെ, ഇടത്തെ അറ്റത്ത് ഒരു മൈക്കിന്റെ പടം കണ്ടോ? അതെല്ലാം ഒന്ന് പ്രസ് ചെയ്തേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. അറിയാം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുസരിക്കുന്നവർക്ക് കർത്താവ് വലിയ പ്രതിഫലം കൊടുക്കും. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആ കുടുംബത്തെ മാനിക്കട്ടെ. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 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 കർത്താവ് ആ കുടുംബത്തിന് തണൽ കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തണലായിരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആമേ കാൽവറി നമുക്ക് വേണ്ടി ആ യൗവന രക്തം ഒഴുക്കിയ ആമേ യേശുവിന്റെ രക്തത്തിന്റെ ഗന്ധം, രഹസ്യ, അത് നമ്മളെ വളർത്തും, അത് നമ്മളെ പോരാട്ടങ്ങളിൽ നിന്ന് വിടിപ്പിക്കും. ഇന്ന് രാത്രിക്കാൽ ഞാൻ കാണുക, സ്തോത്രം, ഈ മിസ്രൈമിൽ കടന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ അവരോട് പറഞ്ഞ എന്താണ്? ഒരു ആടിനെ മാറ്റി നിർത്തണം, 7 ദിവസത്തേക്കിന് മാറ്റി നിർത്തണം, 7-ാം ദിവസം അതിനെ അറുക്കണം, അതിന്റെ രക്തം കട്ടളക്കാമൽ 2 മേലും കുറുമ്പടി 2 മേലും പുരട്ടണം. സ്തോത്രം. സംഹാരദൂതൻ ഈ രക്തം കാണുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകും. യേശുവിന്റെ രക്തം കാണുമ്പോൾ രോഗം വിട്ടുപോകും. യേശുവിന്റെ രക്തം കാണുമ്പോൾ ശാപങ്ങൾ മാറിപ്പോകും. യേശുവിന്റെ രക്തം കാണുമ്പോൾ അനർത്ഥങ്ങൾ മാറും. ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മുടെ കൂടാരങ്ങളെ സംരക്ഷിക്കുന്ന, സംഹാരങ്ങളെ രക്ഷിക്കുന്ന, ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് രക്ഷിക്കുന്ന, ദുഷ്ടങ്ങളെ രക്ഷിക്കുന്ന യേശുവിന്റെ രക്തം കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമം കൊണ്ട്, നല്ല ഇടയനാകുന്ന യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ കൂടാരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടാരങ്ങളെ മുദ്രയിടുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുകയാണ്. So seek the refuge of God. 91-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലല്ല നമ്മൾ പറഞ്ഞത്, യേശുവിന്റെ രക്തം കൊണ്ട് യേശു ക്രിസ്തുവിൽ മറയുക, യേശു ക്രിസ്തുവിൽ വസിക്കുക. സ്തോത്രം. അവൻ എന്താ പറയുന്നത്? ആമേൻ. അവനെന്റെ അങ്ങനെ പാർക്കുന്ന വ്യക്തി എന്ത് പറയുന്നു? അവൻ എന്റെ സങ്കേതം കോട്ടം, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 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 ഇങ്ങനെ താമസിക്കുന്ന, ഇങ്ങനെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയോട് ഇത് പറയുവാൻ ഞാൻ ഇന്നലെ ഒന്നും ഒരുങ്ങിയിരുന്നേ അല്ല കേട്ടോ. ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇതെന്റെ മനസ്സിൽ വന്നില്ല കേട്ടോ. ആമേൻ. രണ്ടാമത്തെ നമ്മുടെ പോയിന്റ്, സീക്ക് റെഫ്യൂജ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്ന വ്യക്തി, യേശുവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആമേൻ, സ്തോത്രം, അവനെ കുറിച്ച് ദൈവം എന്താ പറയുന്നത് അറിയാമോ? ഈ 91-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, ആമേൻ, സ്തോത്രം, ഭക്തൻ പറയുന്ന കാര്യമുണ്ട്, ഭക്തനോട് ദൈവം പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിന്റെ 13 മുതലുള്ള 13-ാമത്തെ വാക്യമൊക്കെ ദൈവം ഭക്തനോട് പറയുന്ന കാര്യമാണ്. സ്തോത്രം. എന്താണ്?
ആമേൻ. സിംഹത്തിന് മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. ഒരാമേ പറഞ്ഞേ കേട്ടോ. സിംഹത്തിന് മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അത്യുന്നതനെ ശരണമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? പെരുമ്പാമ്പിനെ കണ്ട് ഓടുകയല്ല ചെയ്യുന്നത്, അണലിയെ കണ്ട് ഓടുകയല്ല ചെയ്യുന്നത്, സിംഹത്തെ കണ്ട് ഭയപ്പെട്ട് ഓടുകയല്ല. നിന്നെ കടിച്ചു കീറുവാൻ വരുന്ന സിംഹത്തെ നീ ചവിട്ടും, ബാലസിംഹത്തെ നീ ഭേദിച്ചു കളയും. ആമേൻ. നിന്റെ മേൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയല്ല, നീ അതിനെ ചവിട്ടുമെന്ന്, നീ അതിനെ മെതിച്ചു കളയുമെന്ന്, നീ അതിനെ തകർത്ത് കളയുമെന്ന്. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാമല്ലോ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 10 കാര്യങ്ങളുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ സ്പീഡിൽ പഠിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആരും മറന്നു പോകല്ലേ, അടുത്ത ദിവസങ്ങളിലൊന്നും ഒഴുകി കളയല്ലേ. ആമേൻ. സ്തോത്രം. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കയില്ല, എൻ്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല. ഉറക്കെ പറയണേ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആമേ വീട്ടിനകത്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം പറയണം, ഞാൻ എൻ്റെ യേശുവിന്റെ കയ്യില, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ യേശുവിന്റെ കയ്യില, ആമേ എൻ്റെ ഭർത്താവ് എൻ്റെ യേശുവിന്റെ കയ്യില, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ യേശുവിന്റെ കയ്യില, എൻ്റെ സമ്പത്ത് എൻ്റെ യേശുവിന്റെ കയ്യില, എൻ്റെ ജോലി എൻ്റെ യേശുവിന്റെ കയ്യില, എൻ്റെ വീട്ടിലുള്ള സകലതും യേശുവിന്റെ കയ്യില. രാജപൗഡറമന. ആമേ. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. കഥയാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പറയാം. ഒരു വ്യക്തി ഒരു ഭവനം പണിതു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ ഭവനത്തില് സ്തോത്രം ഒരു രാത്രിയിൽ എപ്പോഴും ഒരാൾ വന്ന് കതക് മുട്ടും. അകത്ത് ഈ വെളിയിൽ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു രൂപം അകത്ത് കടന്ന് എല്ലാം അലങ്കോലമാക്കും. സ്തോത്രം. അപ്പൊ ഈ മനുഷ്യനോട് ഒരു ദൈവദാസം വന്ന് പറഞ്ഞു, നിന്റെ വീടും കർത്താവിനും കൊടുക്ക്, കർത്താവ് കാര്യം നോക്കിക്കോളും. ഒത്തിരി റൂമുള്ള ഒരു വീടാ കേട്ടോ. ധനാഢ്യനായ ഒരു മനുഷ്യനാ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മുറി കർത്താവിന് വേണ്ടി കൊടുത്തു. ഈ മുറി ആർക്ക് വേണ്ടിയുള്ളതാ? കർത്താവിന് വേണ്ടിയുള്ളതാ. സ്തോത്രം. അന്ന് രാത്രിയിൽ ആര് വന്നു? പിശാച് വന്ന് മുട്ടി, അകത്ത് കയറി എല്ലാം തല്ലിപ്പൊടിച്ചിട്ട് പോയി. അപ്പം പാസ്റ്ററോട് എന്ന് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു മുറി കൊടുത്തു, പക്ഷെ ഇന്നും വല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായി. നിന്നോട് പറഞ്ഞ നിന്റെ വീട് കർത്താവിന് വേണ്ടി കൊടുക്കാനല്ലേ? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു മുറിയും കൂടി കർത്താവിന് കൊടുത്തു. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു മുറിയും കൂടി ആർക്ക് കൊടുത്തു? കർത്താവിന് കൊടുത്തു. സ്തോത്രം. 8-10 റൂമുണ്ട്. അന്ന് രാത്രിയിലും ഈ പിശാച് വന്നു, അകത്ത് കയറി എല്ലാം തല്ലി പൊട്ടിച്ചിട്ട് പോയി. പിന്നെയും പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോയി. പാസ്റ്റർ പറഞ്ഞ നിന്റെ വീട് ആർക്ക് കൊടുക്കാൻ? കർത്താവിന് കൊടുത്തു. ആ മനുഷ്യൻ അന്ന് രാത്രിയിൽ തീരുമാനം എടുത്തു, എൻ്റെ യേശുവേ, ഈ വീട്ടിൽ നിനക്കുള്ള വീടാണ്. ഈ വീട് ആർക്കുള്ളതാ? നിനക്കുള്ളതാ. സ്തോത്രം. ഒരു മുറിയല്ല, 2 മുറിയല്ല, എൻ്റെ എല്ലാ റൂമുകളും എന്ന് പറഞ്ഞാൽ എൻ്റെ രഹസ്യവും പരസ്യമാകുന്ന ജീവിതം മുഴുവനും നിനക്കാ. നിന്റെ കയ്യിൽ അങ്ങ് തരിക. അന്ന് രാത്രിയിലും പിശാച് വന്നു. പക്ഷെ അന്ന് രാത്രി ആരാ വാതിൽ തുറന്നറിയോ? കർത്താവ്. സീന പറഞ്ഞു, അന്ന് രാത്രി വാതിൽ തുറന്നത് ആ മനുഷ്യനല്ല, ഇപ്പൊ ആ വീടിന്റെ ഉടയൻ ആരാ? പിശാച് പറഞ്ഞത്, ആള് മാറിപ്പോയി, വീട് മാറിപ്പോയി. പ്രൈസ് ലോർഡ്. നിന്റെ വാതിൽ തുറക്കുന്നത് കർത്താവായിരിക്കട്ടെ. രാമേ പറഞ്ഞു, നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നത് അടയ്ക്കാൻ കർത്താവിന് അറിയാമെങ്കിൽ തുറക്കാനും എൻ്റെ യേശുവിന് അറിയാം. സ്തോത്രം. ആധാരാപ നിന്റെ വീടിന്റെ വാതിൽ തുറക്കുന്ന എൻ്റെ യേശു ആയിരിക്കട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. അപനഗജ ഘടകദലാദിയാദരാജ അന്ധരാജ പൗഡരമന ഘടകടകസിയാദ ധൂടാബാല ബാലബ ശംധനാരക ഷൈഡകല ഘടകസിയാദര അർത്ഥാരാജ ബാലബ ശംധനാബാനബാനബാലകദന പൗഡമനഗജനാസിയ അന്ധരാജകസ്യാധരാജ വൈഡാമാനബ സംധനാബാലബ ഹർധാരാജ വൈഷാമാന ഹംധരാജ അന്ധരവടകടകതരാജക സംധനാജകസ്യ. ദൈവത്തിന്റെ നിന്റെ ഭവനത്തിന്റെ വാതിൽ യേശു തുറക്കട്ടെ.
നമ്മുടെ ഭവനത്തിന്റെ നമ്മുടെ ജീവിതമാകുന്ന കൂടാരത്തിന്റെ വാതിൽ യേശു തുറക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ബാധയും അടുക്കത്തില്ല, ഒരു കേടും അടുക്കത്തില്ല. കാണേണ്ടവനെ കണ്ടാൽ പോകേണ്ടുന്നവര് പോകും. സ്തോത്രം. യേശുവിനെ കാണട്ടെ. ഇത്രയും നാൾ നിന്റെ ഭവനത്തോട് ഫൈറ്റ് ചെയ്ത വിഷയങ്ങൾ യേശുവിനെ കാണുന്ന ദിവസങ്ങളാണ്. ചൂടാധാരാപാര ഭൈഡാമാനാപാര. എന്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. സ്തോത്രം. ഞങ്ങളുടെ വീടിനടുത്തൊരു മദ്യപാനിയുണ്ട്. കൂടെ എന്നോടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അവനുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രൈസ് ലോർഡ്. എന്റെ ഒരു സ്നേഹിതന് പോലീസ് ഉദ്യോഗസ്ഥനാ. സ്തോത്രം. അപ്പൊ വല്ലാതെ ബുദ്ധിമുട്ടും മുമ്പ് എനിക്ക് അറിയാം. സ്തോത്രം. ദൈവത്തിലാണ് ആശ്രയം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിളിക്കും. സ്തോത്രം. അപ്പൊ എന്നോട് പറയാറുണ്ട്, എടാ മോനെ, അവൻ വല്ലാതെ എന്നെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം വരും, ജീപ്പുമായിട്ട് വന്നിട്ട് ജീപ്പ് നമ്മുടെ മുറ്റത്ത് ഇട്ടിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കും. സ്തോത്രം. ഇവൻ ഇങ്ങോട്ട് ഇളകി വരുമ്പോ കാണുന്ന ആരെയാ? എസ്ഐയെ കാണുന്നത്. മിണ്ടാണ്ട് അങ്ങ് പോകും. സ്തോത്രം. അല്ലെ, കാര്യങ്ങൾ വല്ലതും മനസ്സിലായോ? സ്തോത്രം. നമ്മുടെ വീട്ടിൽ യേശുവിനെ കാണട്ടെ. നമ്മുടെ വീടിന്റെ വരാന്തയിൽ യേശുവിനെ കാണട്ടെ. സ്തോത്രം സ്തോത്രം. ചിലർ പറയും, പക്ഷേ എനിക്ക് ഇന്ന മുറി കയറുമ്പോ ഒരു ബുദ്ധിമുട്ടാ, എനിക്ക് അടുക്കള നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ അനില അമ്മുവേ, ആ കിച്ചണില് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയും, കിടക്കമുറിയിൽ എന്തോ എന്റെ കട്ടിലിന്റെ കീഴിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ശബ്ദമൊക്കെ ഇന്ന് രാത്രി മാറാൻ പോവാ കേട്ടോ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ചിലർക്ക് അടുക്കളയിൽ കയറുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ വീടിന്റെ കൺട്രോൾ യേശു എടുക്കുകയാണ്. നമ്മുടെ ടോപ്പിക് ഇങ്ങനെയാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന യേശു. നിന്റെ വാഹനത്തിന്റെ കേട് പരിശുദ്ധ യേശു മാറ്റുകയാണ്. നിന്റെ വാഹനത്തിന്റെ ഒരു വല്ലാത്ത ശബ്ദം, നിന്റെ വാഹനത്തിന്റെ ഒരു ഇരമ്പൽ ശബ്ദം, ആമേൻ, നിന്റെ കാറുമായി ബന്ധപ്പെട്ട ഒരു ഇരമ്പൽ ശബ്ദം ഇന്ന് നീ അത് കേൾക്കത്തില്ല. വാഹനം യേശുവിന് കൊടുക്കുക. നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ചില അപശബ്ദങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ചില അപശ്രുതികൾ, നിന്റെ ഓഫീസിനെ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക. ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. യഹോവ എന്റെ ഇടയനാകുന്നു, അവൻ നമ്മളെ പാലിക്കുന്ന ദൈവമാകുന്നു. നമ്മൾ അതിനാദ്യം എന്ത് ചെയ്യണം? വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. യേശു പറഞ്ഞു, ആമേ സ്തോത്രം, ആ വാഗ്ദത്തം ഇതാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല, എൻ്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. രണ്ടാമത്, നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. അവന്റെ നിഴലിന് കീഴിൽ നമ്മൾ പാർക്കണം. സ്തോത്രം. അത്യുന്നതനായവൻ നിങ്ങളെ മറയ്ക്കുന്നവനാണ്. സ്തോത്രം. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആമേ. പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം പ്രാർത്ഥിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. മാത്യു അങ്കിള് പ്രാർത്ഥിച്ചിട്ട് ജെഫിൻ ആശീർവാദം പറയും. മറ്റാരെങ്കിലും ഉണ്ടോ? മൈക്ക് ഓണാക്കിക്കോ. അല്ലെ, ഏറ്റവും ആദ്യത്തെ ദേവാസന ആശീർവാദം പറഞ്ഞു. മാത്യു അങ്കിൾ പ്രാർത്ഥിക്കട്ടെ. മോൻ ആശീർവാദം പറഞ്ഞു. ഓക്കെ, മാത്യു അങ്കിൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, അവിടുന്ന് ഉന്നതനും ഉയർന്ന ശാശ്വതാസ്യം പരിശുദ്ധനും ധന്യനും ഏകാധിപതിയും രാജാതി രാജാവുമായ സ്തോത്രം. കർത്താവേ, ഇന്ന് കർത്താവിന്റെ ദാസനിൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഇടയായി. ആ ദൈവത്തിന്റെ വചനം അനുസരിപ്പാൻ തക്കണം ഞങ്ങളുടെ അരികത്തും ഹൃദയത്തിലും വായിലും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നു. അത് ജീവന്റെ വചനമാണ്, സത്യവചനം, ക്രൂശിന്റെ വചനം, വിശ്വാസ യോഗ്യമായ വചനമാണല്ലോ കർത്താവെ. ആ വചനം ഏറ്റെടുത്ത് ഹല്ലേലൂയ വലിയ വിടുതൽ പ്രാപിപ്പാൻ ഇടയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവെ, പരിശുദ്ധാത്മാവ് തന്റെ ദാസനിൽ കൂടി ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വിടുതലും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കെട്ടിക്കുക. സ്വദേശനാമ സ്വർഗ്ഗപിതാവേ. ആമേൻ. ഹല്ലേലൂയ. പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും സംസർഗങ്ങളും വാഴ്വുകളും നാം ഓർത്ത് പ്രാർത്ഥിച്ച
എല്ലാ വിഷയത്തിന്മേലും ഇന്ന് കൂടി വന്ന എല്ലാവരുടെ മേലും വചന സൃഷ്ടിയ ദിവാസന്മാരുടെ മേലും ഇനി നാളെ നടക്കുന്ന മീറ്റിംഗ് മേലും പുലവമ്പാളുടെ വിശ്വന്മാരോടും എല്ലാ ദൈവജനത്തിനും അവന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവായ യേശു ജയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ആമീൻ. സ്തോത്രം, സ്തോത്രം.